എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് അൾത്താരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കർത്താവിൻ്റെ ഒരു ചിന്ത, ഈശോ തന്ന ചിന്തയാണെന്ന് ഞാനത് കരുതുകയാണ്. അതായത്, നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് പലരും. ഇതിൽ മുടങ്ങാതെ കുടുംബപ്രാർത്ഥന നടത്തുന്നവരും കുറേ നല്ല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് അരൂപി പ്രാപിച്ചവർ ഇതിലുണ്ടെന്നാണ് ഒരു സൂചന. വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്നവരുമൊക്കെയാണ്. നിങ്ങളെക്കുറിച്ച് പലർക്കും നല്ല സ്പിരിച്വൽ അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഈശോ പറയണത്. നല്ല അസസ്മെൻ്റ് ഉണ്ടെന്ന്. പക്ഷേ വെൻ വി കം ടു ദി കവനൻറ്റ് പ്രേയർ, നമ്മൾ ഒരു കവനൻറ്റ് പ്രേയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പോസിഷൻ വേണ്ടത്, നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങണ പോലെ തുടങ്ങണം. കശ്മി സീറോയിൽ നിന്ന്, ഡിവൈഡ് ഓഫ് യുവർ മെറിറ്റ്സ്. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടി ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി അതൊരു മെറിറ്റായിട്ട് വരും, യോഗ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയോട് ഒരു രാജിക്ക് തയ്യാറാകണം. കർത്താവേ, ആസ് യു നോ, നിനക്കറിയാവുന്ന പോലെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ഞാൻ നീയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ്, നിൻ്റെ പ്രതി നിൻ്റെ ജീവിതത്തെ നിൻ്റെ വചനമനുസരിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി എന്നോട് തന്നെ മൽപ്പിടുത്തം നടത്തുന്നയാളാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ നൗ, ഇപ്പോൾ മുതൽ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിഫറെൻറ്റ് തിങ്. ഇതൊരു ഡിഫറെൻറ്റ് തിങ്ങാണ്. നമ്മൾ മറ്റ് ഏതെങ്കിലും ഇന്ന് വരെ നമുക്ക് പരിചിതമായ പ്രാർത്ഥനാ രീതികളുമായിട്ട് ഇതിന് എസെൻഷ്യൽ റിലേഷൻസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുൻവിധികളുണ്ടെങ്കിൽ അതിനോട് രാജി പറഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. ഒന്നേ തുടങ്ങി കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമുക്കറിയാം, ദൈവം എപ്പോഴും കൊതിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കവനൻ്റ് എന്ന് പറയണത്. ഞാനീ പട്ടമൊക്കെ ആഘോഷിക്കുന്ന കാര്യം, പട്ടത്തെ ഞാനൊരു കവനൻ്റായിട്ട് ആദ്യം മുതലേ കണ്ടത് കൊണ്ടാണ്. ഇപ്പം ഞാൻ ഉടുപ്പൊന്നും മാറ്റത്തില്ല, സാധാരണഗതിയിൽ സ്വഭാവസ്ത്രം മാറ്റത്തില്ല. ഇൻ കേസ് സാഹിത്യ അക്കാദമി പഠിക്കാൻ പോയപ്പോൾ അവിടുത്തെ ക്ലോസറ്റ്സ് ലാട്രിനൊക്കെ അത്ര ഗുണമുള്ളതല്ലാത്ത കൊണ്ട് അപ്പം മാത്രമാണ് ഞാൻ. പിന്നെ ട്രെയിനിലൊക്കെ പോകുമ്പോൾ കിടക്കാൻ നേരത്ത് ചില സമയത്ത് ഉടുപ്പിട്ടൊക്കെ തന്നെ കിടക്കും. അവിടുത്തെ സിറ്റുവേഷൻസ് മോശമാണെങ്കിൽ ഞാൻ പാൻസിട്ട് ആണ് ചിലപ്പോൾ ട്രെയിനിൽ കിടക്കുന്നത്. അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, സഭാവസ്ത്രം വാങ്ങിക്കുന്ന മുമ്പ് ഞാൻ ഈശോയുമായിട്ടൊരു എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. 2 എഗ്രിമെൻറ്റ് ചെയ്തായിരുന്നു. ഒന്ന്, മെത്രാനച്ഛൻ എന്നാ പറഞ്ഞാലും മോതിരം കുത്തി പോരുകയുള്ളൂ, അതിനെതിരെ ഒരു വാക്ക് സംസാരിക്കത്തില്ലെന്ന് കവനൻ്റ് പറഞ്ഞായിരുന്നു സഭ. അതാണ് കർത്താവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം. മെത്രാനച്ഛനെ അത് ഞാൻ ഡീക്കനായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു നോട്ടാണ്. അപ്പോസ്തലൻ എന്നാ പറഞ്ഞാലും നീ കേട്ടാൽ മതിയെന്ന്. അപ്പോൾ അപ്പോസ്തലൻ എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. അത് കാരണം ഭയങ്കര ദുരിതം പിടിച്ച ഇടവകയിലൊക്കെ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് വെച്ച് തട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു അക്ഷരം പോകാൻ പറ്റത്തില്ലെന്ന്, അത് ബുദ്ധിമുട്ടാണെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ കവനൻറ്റ്. നമ്മുടെ റിലേഷൻ ദൈവമായിട്ടുള്ളത് ഒരു ഉടമ്പടിയാണ്. നമ്മൾക്ക് ഉടമ്പടിയോട് വരുന്നത്, എൻ്റെ മക്കളൊരു വിശ്വസ്തത. ഞാനൊന്ന് പറയട്ടെ, നിങ്ങൾ നെഞ്ചത്ത് കൈവച്ചേ. കർത്താവായ ഈശോയെ, ഞങ്ങൾ ആയിരിക്കുന്ന ഉടമ്പടിയിലെ അങ്ങയോട് അങ്ങയുടെ കൃപാവരത്താൽ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിൽ വിശ്വസ്തത പാലിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ. എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ.
ഹല്ലേലൂയ 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 യേശുവേ സ്തുതി ഹല്ലേലൂയ 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 ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോഴ് നമ്മൾ പഴയ നിയമങ്ങൾക്ക് ഉള്ള വാഗ്ദാനം എന്താണ്? അതായത് പഴയ നിയമങ്ങളിലെല്ലാം ദൈവം ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ക്ലിയർ അല്ലേ? ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യാം. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് വിഷയം വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന രണ്ട് കണ്ടൻറ്റുകളുണ്ട്. ഒന്ന് സ്പേസും രണ്ടാമത്തെ ടൈമുമാണ്. വീണ്ടെടുപ്പ് വരുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന രണ്ട് കണ്ടൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പ്രശ്നം, നിങ്ങളുടെ തന്നെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാകോടമ്പടി, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസ് പ്രോബ്ലംസ്, ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പുമായിട്ട് വരുന്ന ഒരു ദൈവം ആ ഉദ്യമത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യേണ്ട രണ്ട് എൻറ്റിറ്റീസ് ഉണ്ട്. ഒന്ന് പ്ലേസും ഒന്ന് ടൈമുമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ പാടായിരിക്കും. പഴയ നിയമത്തിലൊക്കെ ദൈവം കൂടുതൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥലമാണ്. സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് കൊടുക്കും. നിൽക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം കൊടുക്കുക. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. എന്ന് വെച്ചാൽ, എന്തിനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നത്? എന്തിനാണ് നീ ഇപ്പം തന്നെ മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ എബ്രാഹത്തിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു. സ്ഥലം ക്ലിയർ അല്ലേ? മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം നീ നല്ല സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കണത്. അവർ ഇടിയുണ്ടാക്കി പോകുന്നതാണല്ലോ. ചില സമയത്ത് നമ്മൾ ഇടിയുണ്ടാക്കി കഴിയുമ്പോൾ ദൈവം തന്നെ ഇടിയുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്തേക്ക് വിടും. അപ്പോൾ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നല്ല സ്ഥലത്ത് ചേട്ടാനിയുമായിട്ടൊരു കൊളീഷൻ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നാത്തുമായിട്ടൊരു പോരുണ്ടായി, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ അമ്മയും മരുമോളും തമ്മിൽ ഗുസ്തി ഉണ്ടായി, വിഷമിക്കേണ്ട. പക്ഷേ ആ ഒരു ഗുസ്തിയിലൂടെ ചിലപ്പോൾ ദൈവം നിങ്ങളെ നല്ല സ്ഥലത്തേക്ക്, വിശുദ്ധമായ സ്ഥലത്തേക്ക്, നിനക്ക് വളർന്ന് തഴച്ച് വളരാൻ പറ്റിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ഇറ്റ്സ് എ ഷിഫ്റ്റിംഗ് ടൈം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പറ്റി അയ്യോ അങ്ങനെ ഉണ്ടായില്ല, അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, ചേട്ടനോട് അങ്ങനെ പറഞ്ഞില്ല, നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ എളിഭ്യനായില്ല, ഇങ്ങനെ ഒന്നും പഴയ കാര്യങ്ങളെ ഓർത്ത് ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കഥയുമില്ല. കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എങ്ങനെയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസസ് ഒരു ഇടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആരോട് ഇടി ഉണ്ടാക്കിയത്? ഒരു ഈജിപ്ഷ്യനുമായിട്ട് ഇടിയുണ്ടാക്കി അല്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ നീ വരൂ ദിവ്യകാരുണ്യമേ. പുറപ്പാട് 2:11-12. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അടിയുണ്ടായി. ഈജിപ്തുകാരൻ ഒരു യഹൂദനെ അടിക്കണത് കണ്ട് മോസസ് നേരിട്ട് കണ്ടു. അവൻ ചുറ്റും നോക്കി. മോസസിന്റെ രക്തം തിളച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. ഇതോടുകൂടി പ്രശ്നമായിപ്പോയി. ഒരു പ്രശ്നം, ഒരു വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം. നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ പുറത്തിട്ട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പരാകുകയല്ല വേണ്ടത്. കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു. ചില സൂചന അത്രയേ ഉള്ളൂ.
നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണ എല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടിയൊന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ഇടയ്ക്ക് 10,700 വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട്. ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ കാണാനില്ല. എന്താണ്, മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ അമ്മ എന്തി, ഭർത്താവിൻ്റെ അമ്മ എന്തി? അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും. ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ ഇവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് കാച്ചുള്ളൂ എന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആകണം. മനസ്സിലായില്ലേ? വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണം? സൈലൻ്റ് ആകണം. ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത്. ഇപ്പോൾ അവരങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത്തരം സംസാരിച്ചത് ഭാഗട ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ് അവർ ഏക്കുക. ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും. നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ഈ മനസ്സിലിങ്ങനെ ഇളക്കമില്ലേ എപ്പോഴും? എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ, സങ്കടം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ല, അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇളക്കം വരത്തില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും. നമുക്ക് ഉറക്കമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറെന്നാണ് പറയണത്. കുഴഞ്ഞ ചേറിൽ നിന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്ന് അറിയാമോ? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ബൈബിളിൻ്റെ രീതി. കുഴഞ്ഞ ചേറായിരിക്കും. കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ ചെയ്തു പോയ തെറ്റിനെ ഓർത്തിങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞിരിക്കുകയാണ്. നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട്, ചിലപ്പോൾ വൈരാഗ്യവും, ചിലപ്പോൾ പകയും പ്രതികാരവും. അപ്പോൾ ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേറെന്നാണ് വിളിക്കണത്. ഇന്ന് ഈ കുഴഞ്ഞ ചേറ്റ് വെച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ക്ലിയറാണ്. കുഴഞ്ഞ ചേരിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പറഞ്ഞ് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് സങ്കീർത്തനം പറയണത്. സങ്കീർത്തനം 42. ശ്രുതികട ഹല്ലേലൂയ. ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനം 42. സങ്കീർത്തനം 42. ഭീകരമായ ഗർത്തത്തിൽ നിന്നും എന്ന് പറഞ്ഞാൽ ഭീകരമായ ഗർത്തത്തിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും അവിടുന്ന് എന്നെ കയറ്റി. എവിടെ കയറ്റിയെന്ന് പറഞ്ഞോളൂ. അടുത്ത വചനം വായിച്ചോളൂ. എന്റെ പാദങ്ങൾ പാറയിൽ ഉറപ്പിച്ചു, കാൽവയ്പുകൾ സുരക്ഷിതമാക്കി. അപ്പം നേരത്തെ കാൽവയ്പുകൾ സുരക്ഷിതമല്ലായിരുന്നു. അതാണ് വിഷയം. അപ്പം ദൈവം ഒരു ഷിഫ്റ്റിംഗ് നടത്തും. ചില സമയത്ത് മോസസിനെ ഷിഫ്റ്റ് ചെയ്യണം. കണ്ടില്ലേ? മോസസ് നിൽക്കുന്ന സ്ഥലത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ അവൻ്റെ സഹോദരന്മാരെ കാണാൻ പോയി. സഹോദരന്മാരെ കണ്ടപ്പോൾ ഇസ്രായേൽ സമൂഹത്തെ കാണാൻ പോയതാണ്. കണ്ടപ്പോൾ അവന് സങ്കടം വന്ന്. കാര്യം എന്താണ്? വൈക്കോലും വേണ്ട സംഭവങ്ങളൊന്നും കൊടുക്കത്തില്ല. അപ്പോൾ ഇഷ്ടികയുടെ എണ്ണം ഫറവ് കുറക്കണില്ല. അപ്പോൾ കുറഞ്ഞ റിസോഴ്സ് കൊണ്ട്, വിഭവങ്ങൾ കൊണ്ട് കൂടുതൽ ക്വാണ്ടിറ്റീസ് ഉണ്ടാക്കാൻ വേണ്ടി വരുമ്പോൾ അവരടിയും മേടിക്കുന്നുണ്ട്. അങ്ങനെ അവസ്ഥ ഈജിപ്തുകാരനോട് മോസസിന് വെറുപ്പായി. ഈജിപ്തുകാരുടെ മൊത്തമുള്ള വെറുപ്പാണ് ഒരു ഈജിപ്തുകാരനെ കിട്ടിയപ്പോൾ അവനെ പിടിച്ച് കൊന്ന് മണ്ണിൽ പൊത്തിക്കളഞ്ഞത്. പക്ഷെ ഉടനെ ദൈവം ഈ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഷിഫ്റ്റ് ചെയ്യണ കാണാം, അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന്. അപ്പം നമ്മൾ ഈ അവിശുദ്ധമായ സ്ഥലത്ത് വീണ്ടും നിന്നാൽ കൂടുതൽ ഇഷ്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കും. യു മസ്റ്റ് ബി ഷിഫ്റ്റഡ്. അത് നിങ്ങൾ പറയണം, കർത്താവേ എന്നെ ഷിഫ്റ്റ് ചെയ്യണമെന്ന് പറയണം. നിങ്ങളുടെ മാനസികാവസ്ഥയായാം, പെരുമാറ്റ രീതികളാകാം. ഇപ്പം നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് സ്വസ്ഥതയും സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾ കുഴഞ്ഞ ചേറ്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ കുഴഞ്ഞ ചേറ്റിൽ നിന്നാൽ ഉടനെ നിങ്ങൾക്ക് കിട്ടാനുള്ള വാഗ്ദാനം എന്താണ്? നിങ്ങളെ പാറയ്ക്ക് ദൈവം ഷിഫ്റ്റ് ചെയ്യും. അതാണ് വിഷയം. അപ്പോൾ തീർച്ചയായിട്ടും ഷിഫ്റ്റിങ് ഒരു പ്രധാനപ്പെട്ട ബൈബിളിലെ ഒരു പ്രധാനപ്പെട്ട രീതി. ഇപ്പോൾ പഴയ നിയമത്തിൽ എന്ന് പറയുന്നത് സ്ഥലമാണ് അഡ്രസ്സ് ചെയ്യണത്. ഇപ്പോൾ മോസസിനോടും ഇപ്പോൾ എബ്രാഹും അങ്ങനെ ചെയ്തത്. എബ്രാഹത്തിന് അതാണ് സംഭവിച്ചത്. അങ്ങേരും ഇതുപോലെ കുഴഞ്ഞ ചേറ്റി കിടക്കിയിരുന്നു. വിഗ്രഹാരാധനയും
ദൈവത്തെ അറിയാത്ത ആൾക്കാരും പലതരത്തിലുള്ള പാപമാലിന്യങ്ങളിൽ പെട്ട മനുഷ്യരും അങ്ങനെ കുഴഞ്ഞ ഒരു ചേറ്റിൽ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എബ്രാഹത്തിനെ ദൈവം ഷിഫ്റ്റ് ചെയ്യും. ഹാരാനിൽ നിന്ന് വിളിച്ചോണ്ട് പോരും, കാനാൻ ദേശത്തേക്ക് വിളിച്ചോണ്ട് പോരും. അപ്പോൾ ദൈവം ഈ ഷിഫ്റ്റിംഗ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട വിഷയമാണ്. അത് നമ്മുടെ ഒരു അവകാശമാണ്. മനസ്സിലായ? സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സങ്കേതമെന്ന് പറയണത്. മനസ്സിലായില്ലേ? സുരക്ഷിത സങ്കേതം. സങ്കടപ്പെടുന്ന എല്ലാവരുടെയും അവകാശമാണ് സുരക്ഷിതമായ സങ്കേതം. അത് നമ്മുടെ റൈറ്റാണ്. പക്ഷേ ഇത് പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് പെട്ടെന്ന് ഒരു സുരക്ഷിത സങ്കേതം? ബൈബിളിൽ തന്നെ ദൈവത്തെ വിളിക്കണത് സുരക്ഷിത സങ്കേതമെന്നാണ് വിളിക്കണത്. കർത്താവിൻ്റെ സങ്കേതവും പാറയും കോട്ടയുമാണെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. 91 സങ്കീർത്തനം 2-ാം തിരുവചനം. സങ്കീർത്തനം 91:2. കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. കർത്താവ് ആണ് ഈ പാറയെന്ന് പറയുന്ന ആള്. സങ്കേതം എന്ത് സംഭവിച്ച ഈജിപ്തുകാർ ഇപ്പം ഈ 91 സങ്കീർത്തനം ഇല്ലേ, അതൊരു യുദ്ധ സങ്കീർത്തനത്തിൻ്റെ ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്. നമുക്ക് വാർ ടൈമില്ലേ, വാർ റൂം എന്നൊക്കെ പറയുന്നത്, വാർ ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു യുദ്ധകാല പരിസ്ഥിതിയിൽ കുരുക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. അതിൻ്റെ അകത്താണ് പറക്കുന്ന അസ്ത്രമൊക്കെ വരണത്. അതിൽ നിന്നാണ് പറഞ്ഞിരിക്കുന്നത് കർത്താവ് എൻ്റെ റീഡ് അഗെയിൻ കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അപ്പൊ നിങ്ങൾ സങ്കീർത്തനം കേട്ടിട്ട് പറയണ്ട, സ്വന്തമായിട്ടൊന്ന് പറഞ്ഞേ, കർത്താവ് എന്റെ സങ്കേതവും എന്റെ കോട്ടയുമാണ്. അതെന്താ ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ സങ്കേതവും കോട്ടയും എന്ന് പറഞ്ഞ കാരണം അത് യുദ്ധകാല പരിസ്ഥിതിയിലാണ്. ഒരു ഇസ്രയേലിലൊരു യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാർ ഇപ്പം തന്നെ ഈശോ പറഞ്ഞിട്ടില്ലേ, എന്താണ്, നിങ്ങളെ യൂദയായിൽ നിങ്ങളെ പീഡിപ്പിക്കുമ്പോൾ നിങ്ങൾ മലമുകളിലേക്ക് പോകട്ടെ എന്ന് പറയുന്നതെന്ന് വെച്ചാൽ മലമുകളിലൊക്കെ ഒത്തിരിയേറെ ഇതുപോലെ സങ്കേതങ്ങളുണ്ടാവും. ദാവീദും സാവോളും തമ്മിൽ യുദ്ധം ചെയ്തപ്പോഴും സാവോള് ഒളിച്ചിരുന്നതും അതുപോലെ തന്നെ ദാവീദ് ഒളിച്ചിരുന്നതുമൊക്കെ ഇതുപോലെ ഗുഹയിലാണ്. ഇതിനാണ് സങ്കേതമെന്ന് പറയണത്. മലയിലെ സങ്കേതമെന്ന് പറയണത് മലയിലെ പാറയിടുക്കും ഗുഹകളുമാണ്. എന്ന് വെച്ചാൽ ഇത് ഇസ്രയേൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരുടെ ജിയോഗ്രഫിക്കൽ റീജിയനിൽ അവരനുഭവിച്ച ഒരു വലിയ സുരക്ഷിത സങ്കേതമാണ്. അതവർ ദൈവത്തേക്ക് ആട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എന്താണ് കാരണം? ഏത് ഗുഹയിലിരുന്നാലും ശത്രുക്കൾ വന്ന്, ഇപ്പം സാവോൾ ഗുഹയിലിരുന്നപ്പോൾ സാവോൾ വന്ന് അദ്ദേഹത്തിൻ്റെ മേലേക്ക് മുറിച്ചുകൊണ്ട് പോയില്ലേ? അപ്പോൾ അതൊന്നും സുരക്ഷിത സങ്കേതമാണെന്ന് പറഞ്ഞാലും സുരക്ഷിതമല്ലല്ലോ. പക്ഷേ സുരക്ഷിതമായ സങ്കേതം കർത്താവ് മാത്രമാണ്. കൈയിടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. എന്റെ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഇത് വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ട ഒരു വചനമാണ്. നിങ്ങൾ പാറ എന്ന് പറയുമ്പോൾ, ഒരു കോട്ട എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊന്നും അല്ല പ്രശ്നം. അതായത് കർത്താവിനാണ് ഇവർ പാറ എന്ന് വിളിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നാശക്കുഴിയാണ്, കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞ നാശക്കുഴിയാണ്. എപ്പോഴും ആണ്ടുപോകാൻ നമ്മൾ ചിലപ്പോൾ ദുഃഖത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ പ്രതികാരത്തിൽ ആണ്ടുപോകും, ചിലപ്പോൾ മ്ലേച്ഛതകളിൽ ആണ്ടുപോകും. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റാതെ വരും. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. അപ്പോൾ ദൈവത്തിന് സഹകരിക്കാൻ പറ്റുന്ന ഒരു ഇടത്തിലേക്ക് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യണത്. അതാണ് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അത് മോസസിന് പ്രതികാരം, വൈരാഗ്യം, മത്സരം, അങ്ങനെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് ഇവനെ ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഈജിപ്തിൽ നിന്ന് ഹൊറേബിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ദൈവം പറഞ്ഞ വാക്ക് എന്താണ്? എനിക്കിവിടെ വെച്ച് നിന്നെ സഹായിക്കാനും നിന്നോടുകൂടെ പ്രവർത്തിക്കാനും പറ്റുന്ന ഒരു ഇടമാണ്. നിൻ്റെ ചെരുപ്പൂരി വെക്കണം. അത് പിന്നെ എന്ത് ചെയ്യണം? നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം. നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധം എന്ന് പറയുമ്പോൾ എല്ലാ സ്ഥലവും പരിശുദ്ധമാണ്. എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എപ്പോഴാണ് നമ്മൾ ഒരു കൺവേർഷൻ നമുക്ക് സംഭവിക്കണത്,
അപ്പോൾ ആ സ്ഥലം പരിശുദ്ധമായിട്ട് മാറും. ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കബിൾ ഏരിയ ആയിട്ട് മാറും. കമ്മ്യൂണിക്കബിൾ, അതായത് കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റണം. ഇറ്റ്സ് എ വെരി അതായത് ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രീ റെക്വിസിറ്റാണിത്. അതായത് നിങ്ങളെ ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന കമ്മ്യൂണിക്കേഷൻ ഫ്രണ്ട്ലിയാക്കി മാറ്റുക. എന്താ സംഭവം? ഹൊറേബിലേക്ക് മോസസിനെ വിളിച്ചുകൊണ്ട് പോകുമ്പോൾ പറയണത് എന്താണ്? നീ നിൽക്കുന്ന ഇടം പരിശുദ്ധമാണ്. അപ്പം നേരത്തെ നീ പ്രതികാരവും വൈരാഗ്യവും മത്സരവും എല്ലാം നാശക്കുഴിയിൽ കുഴഞ്ഞ ചേറ്റി കിടക്കുകയായിരുന്നു. അവിടുന്ന് ഞാൻ നിന്നെ തിരിച്ച് വിളിച്ചിരിക്കുകയാണ്. ഇനി എന്താ വിളിക്കുമ്പോൾ ഈ പാറപ്പുറമെന്ന് പറയണത് പോലെ തന്നെ പറയണത് ഒരു നാച്ചുറലായിട്ട് സംഭവിക്കുന്ന പാറയല്ല ഉദ്ദേശിക്കുന്നത്. മറിച്ച് ഒരു വ്യക്തി പാറയായിട്ട് കൺവേർഷൻ ചെയ്യും. അതാണ് വിഷയം. നമ്മളൊരു പാറയായിട്ട് കൺവേർട്ട് ചെയ്യും. ഇവിടെയാണ് കമ്മ്യൂണിക്കേഷൻ സംഭവിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോഴും മത്തായി ശ്രീകാട് സുവിശേഷം 7:24 ശ്രുതികട്ടെ ഹല്ലേലൂയ യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. പരമദിവ്യ കാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 7:24 എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും പറ എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും എന്റെ ഈ വചനങ്ങൾ ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത വിവേകമതിയായ മനുഷ്യന് തുല്യനായിരിക്കും. ഇതാണ് ഇതിന്റെ ഗുഡൻസ് എന്ന് പറയുന്നത്. വേറെ ചുമ്മാ പാറയും മണ്ണും പറയുകയല്ല. അതായത് വളരെ ശാസ്ത്രീയമായിട്ടാണ് ബൈബിള് ഒരു വ്യക്തിയുടെ ആധ്യാത്മികതയെ ബിൽഡപ്പ് ചെയ്യണത്. അതായത് ഇങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് എല്ലാ വിഷയങ്ങളോടും ആവശ്യമില്ലാതെ പ്രതികരിക്കുകയും ചിലപ്പോൾ നമ്മൾ തന്നെ വീക്ക് വാങ്ങിക്കും, ചിലപ്പോൾ നാട്ടുകാരെ ചിലപ്പോൾ അവർക്ക് തിരിച്ച് പണി കൊടുക്കും. ഇങ്ങനെ നാശക്കുഴി കുഴഞ്ഞു മറിഞ്ഞ് കിടന്ന ആൾക്കാരെ വീണ്ടെടുക്കാനും ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ദൈവം കൊടുക്കുന്ന ഫസ്റ്റ് ഡോസ് എന്താണത്? വചനം. അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അതായത് എൻ്റെ ഈ വചനം കേൾക്കുകയും എൻ്റെ ഈ വചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവര് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോഴേ എന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു വ്യക്തി അവൻ പലതരത്തിൽ ദൈവത്തിൻ്റെ വചനം നിരാകരിച്ചുകൊണ്ട് അവൻ്റെ സ്വന്തം ബുദ്ധിയിലും ശക്തിയിലുമൊക്കെ ആശ്രയിച്ച് ഓരോരോ കാര്യങ്ങൾ ചെയ്ത് കൂടുതൽ കുഴപ്പവും മുറിവുകളും ഒക്കെ ഉണ്ടാക്കി നാശക്കുഴി കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ദൈവം ഇവന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യണത് അവനോട് പറയും ദൈവവചനം അനുസരിച്ച് ജീവിതം പുനഃക്രമീകരിക്കാൻ ചെയ്യും. ദാറ്റ് ഈസ് കവനൻറ്റ്. മനസ്സിലായില്ലേ? ഇവിടെയാണ് കവനൻറ്റ് വരണത്. ഉടമ്പടി വരുന്നത് അങ്ങനെയാണ്. നാശക്കുഴി എന്നുള്ള രക്ഷിക്കുന്നതിന് ദൈവത്തിൻ്റെ ഒരു മെത്തേഡാണ് ഉടമ്പടി. അപ്പോൾ ദൈവം പറയും എനിക്ക് നിനക്ക് കമ്മ്യൂണിക്കബിളായിട്ട് ഇപ്പം നമ്മൾ ചിലരോട് മൊബൈൽ വിളിക്കുമ്പോൾ പറയും നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയത്തില്ലേ? അതാണ് സംഭവം. ഇത്രയേ ഉള്ളൂ കാര്യം. നമ്മളൊരാളുമായിട്ട് മൊബൈൽ സംസാരിക്കുക പറയും നമ്മൾ കീ കൂക്കു എന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോൾ ഏയ് നിങ്ങൾ റേഞ്ചുള്ള സ്ഥലത്തേക്ക് മാറി നിൽക്കാൻ പറയും. എന്താ കാര്യം? ദൈവം അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് റേഞ്ചുള്ള സ്ഥലത്തേക്ക് നമ്മളെ മാറ്റി നിർത്തും. മോസസിന് റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ് മോസസ്. എബ്രാഹിം റേഞ്ചില്ലാത്ത സ്ഥലത്ത് നിന്ന ആളാണ്. കാര്യം വല്ല മഹാപോക്രികളായിരുന്നു. മഹാപോക്രികളുടെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് അവനോട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റത്തില്ല. അത് വിഷയമാണ്. അത് വിട്ടുപോരാൻ പറയും. അതുകൊണ്ട് വിട്ടുപോരാൻ ലോത്തിനോടൊക്കെ പറയത്തില്ലേ, നിങ്ങൾ അവരെ വിട്ടുപോരാനൊക്കെ പറയത്തില്ലേ? അതായത് എപ്പോഴും ചില സമയത്ത് ദൈവത്തിന് ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് വിട്ടു പോരുക. ഉടനെ ലോത്ത് തന്റെ പുത്രിമാരെ വിവാഹം ചെയ്യാനെന്നവരുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, എഴുന്നേറ്റ് ഉടനെ ഈ സ്ഥലം വിട്ടുപോവുക.
കർത്താവ് ഈ നഗരം നശിപ്പിക്കാൻ പോവുകയാണ്. അപ്പോൾ കർത്താവ് നശിപ്പിക്കാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് വിട്ടുപോരാൻ, ഷിഫ്റ്റ് ചെയ്യാൻ പറയും. അതായത് നമ്മൾ തിന്മകളിലാണെന്നെങ്കിൽ അവിടെ എപ്പോഴായാലും നാശം വരും. ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. ദൈവത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ തിന്മയുടെ ഒരു അവസ്ഥയിലാണ്, കെട്ടുപാടിലാണ്, ചുറ്റുപാടിലാണെന്നുണ്ടെങ്കിൽ എൻ്റെ മക്കളെ വിട്ടു പോരേണ്ടി വരും. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം. കമ്മ്യൂണിക്കബിൾ റേഞ്ചുള്ള ഏരിയയിലല്ല നിൽക്കണത്. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം നിരക്കാത്ത പ്രണയത്തിലും മറ്റു കാര്യങ്ങളൊക്കെ കുടുങ്ങിക്കിടക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ശരിക്കും മുട്ടുകയെന്ന് കർത്താവിൻ്റെ കണ്ണീരോടെ പ്രാർത്ഥിക്കണം. കർത്താവ്, ഞാൻ അകപ്പെട്ടതാണ്, അല്ലെങ്കിൽ എന്നെ അകപ്പെടുത്തിയതാണ്. ഇപ്പം എനിക്ക് ഞാൻ ചെയ്യണ എല്ലാം ശരിയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ആണല്ലേ പെണ്ണല്ലേ, രണ്ട് ജാതിയല്ലേ, പിന്നെ അടുത്ത് വേറെ എന്നാ നോക്കാനാണ് എന്ന് പറയാം. അങ്ങനെ നോക്കി അപ്പം നമ്മൾ ആ രീതി പെട്ടിരിക്കുന്ന സാധനം നമ്മൾ പെട്ടതാണ്. ആണും അല്ലേ, ഇന്ന് രണ്ട് ജാതിയല്ലേ, ആണും പെണ്ണും രണ്ട് ജാതിയല്ലേ ഉള്ളൂ, പിന്നെ എന്താ ഇതിൻ്റെ അത് വേറെ, അതൊക്കെ പിന്നെ മതക്കാരുണ്ടാക്കുന്ന സംഭവമല്ലേ. പക്ഷേ വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം ഈ പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു ഹൈബ്രിഡ് ഉൽപ്പന്നമല്ല വിശ്വാസം. ആണോ? ഹൈബ്രിഡ് ഉൽപ്പന്നം അല്ലല്ല. ഇത് എത്രയോ വർഷങ്ങളായിട്ട് ഊതിക്കാച്ചിയ പൊന്നുപോലെ 10,000 ദൈവദാസന്മാരുടെ ജീവിതം കൊണ്ട് വിശുദ്ധീകരിച്ച് സ്ഫുടം ചെയ്ത ഏറ്റവും ശക്തമായ ഒരു ഉറപ്പുള്ള സ്ഥലത്താണ്. കാര്യം അതിൻ്റെ ഇപ്പം നമ്മുടെ വിശ്വാസത്തിൽ തന്നെ എന്തുമാത്രം ആസ്തിഭദ്രതയാണുള്ളത്. ഇപ്പോൾ സെബസ്ത്യാനോസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന സഭ അത് വൃത്തികേടായിട്ട് അമ്പ് പെരുന്നാളാക്കി മാറ്റി. അതിന് നമുക്ക് പണി വരുന്നുണ്ട്, അതിരിക്കട്ടെ, ഞാൻ അത് പറയണില്ല. പക്ഷേ എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്ത് പേക്കൂത്താണ് ഈ അമ്പ് പെരുന്നാളായിട്ട് നടത്തുന്നത്. ഊളപ്പാട്ടൊക്കെ പാടി, പൂളക്കള്ളൊക്കെ കുടിച്ച്, പൂളക്കള്ളം കുടിച്ച് ഊളപ്പാട്ടും പാടി പിശാസിനെ വേറെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സെബസ്ത്യാൻ അമ്പ് മുറിഞ്ഞ് ചത്തത് എന്തിനാണ്? ഈ മനുഷ്യൻ ദൈവമാണെന്ന് പറഞ്ഞിട്ട് മകളെ കെട്ടിച്ച് കൊടുക്കാവുന്ന ഡെക്കറേഷൻ പറഞ്ഞു, പറമ്പ് കൊടുക്കാമെന്ന് പറഞ്ഞു. തൻ്റെ പറമ്പും വേണ്ട എനിക്ക്, തൻ്റെ പെണ്ണിനെയും വേണ്ട, ഞാൻ വിശ്വസിക്കുന്നത് നിത്യജീവന് വേണ്ടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വിരുമാറ് കാണിച്ചു കൊടുക്കുന്ന ഒരു മനുഷ്യൻ, അവൻ ക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷിയായപ്പോൾ അവന് വേണ്ടി വേലപ്പട്ടിനെ കാണിച്ചു കഴിഞ്ഞാൽ അവനൊക്കെ വെറുതെ വിടുക ദൈവം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള അനാചാരങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ സഭയിൽ നിന്ന് മാറ്റേണ്ടതാണ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന, കൈവീശിക്കൊണ്ട് ആരാധന യേശുവേ, ആരാധന, ആരാധന, ആരാധന യേശുവേ, ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഏരിയ, റേഞ്ചുള്ള ഏരിയ, ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുന്ന ഇടത്തിലേക്ക്, അതാണ് ഉടമ്പടി ആദ്യം ചെയ്യണത്. ഉടമ്പടി എന്താ ചെയ്യണത്? അനുതപിക്കുക, അനുസരിച്ചാൽ നിങ്ങൾ അത്ഭുതം പ്രാപിക്കും. അതാണ് സംഭവം. ആദ്യം അനുതാപത്തിലേക്കാണ് വരുന്നത്. അപ്പം അതുകൊണ്ട് എന്താ ചെയ്യുന്നത്? അനുതാപം എന്ന് പറയുമ്പോൾ നമ്മുടെ ധ്യാന ഗുരുക്കന്മാർ പൊതുവെ പറയുന്ന ഒരു അനുതാപമല്ല. ഉടമ്പടിയിൽ അനുതാപം എന്ന് പറയുന്നത് ദൈവത്തിന് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റിയ തലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യണമെന്നതിൻ്റെ അർത്ഥം. ദൈവത്തിന് നിങ്ങളെ സഹായിക്കാൻ പറ്റുന്ന, നിങ്ങളോട് സംസാരിക്കാൻ പറ്റുന്ന, അതിന് കുറച്ച് വിട്ടു പോരേണ്ടി വരും. മനസ്സിലായേ? ലോത്തിൻ്റെ അപകടം എന്താ സംഭവിച്ചത്? ലോത്ത് കൂടാരം സൊദോം വരെ നീട്ടിയടിച്ചു. അതാണ് പ്രശ്നം. ലോത്തിൻ്റെ പ്രോബ്ലം അതല്ലേ? ലോത്ത് നശിക്കാനുണ്ടായിരുന്ന ഇടം എന്താണ്? ലോത്തിന് പിന്നീട് ഈ ജോർദാനൊക്കെ ലോത്തിന് ആകാൻ കാര്യം എന്താണ്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ജോർദാൻ കിട്ടിയോ അല്ലെങ്കിൽ മരുഭൂമി കിട്ടിയോ എന്നല്ല. മരുഭൂമി കിട്ടി, എബ്രാഹാം തെളിഞ്ഞു പോവുകയും ചെയ്തു. ജോർദാൻ അന്ന് നനച്ച് വളർത്തപ്പെട്ട വസ്തു പുരയിടങ്ങൾ കിട്ടിയ ലോത്ത് നശിക്കുകയും ചെയ്തു. എൻ്റെ മക്കളെ, നാശവും നന്മയൊക്കെ അന്തിമമായി തീരുമാനിക്കുന്ന കർത്താവാണ്. അപ്പോൾ കർത്താവിൻ്റെ വചനം അനുസരിച്ച് നമ്മുടെ ജീവിതം പുനഃക്രമീകരിക്കുമ്പോഴാണ് നമ്മുടെ പ്രതികൂല സാഹചര്യങ്ങളെ കർത്താവ് അനുകൂലമാക്കുന്നത്. പ്രൈസ്തവരോട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 വചനത്തിന് മുറുകെ പിടിച്ചതിന് സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ബൈബിളിലെ ശക്തമായൊരു വേർഡാണ് ഞാൻ അന്വേഷിക്കുന്നത്. ലോത്ത് സൊദോം വരെ തൻ്റെ കൂടാരം നീട്ടി നിർമ്മിച്ചു. ലോത്തിൻ്റെ ജീവിതത്തിൽ വന്ന ഏറ്റവും വലിയ മിസ്റ്റേക്ക് ഈ അവരുടെ കൂട്ടുകെട്ടില്ലേ. സൊദോമിൻ നിവാസികളെക്കുറിച്ച് അറിയാമല്ലോ. ദൈവം നശിപ്പിക്കാൻ വേണ്ടി വെച്ചിരുന്ന ഒരു സമൂഹമാണ്.
ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ സഭയിൽ സംഭവിച്ച ഈ കാലങ്ങളിലെ ഏറ്റവും വലിയ ദയനീയാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോമോസെക്സ്വൽസിൻ്റെ വിവാഹം ജർമ്മൻ മെത്രാന്മാർ ബ്ലസ് ചെയ്തതാണ്. അതാണ് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത്. സ്വതം നിവാസികളാണ് പുരുഷന്മാരും തമ്മിൽ ഇണചേർന്നിരുന്നത്, സ്ത്രീകളും തമ്മിൽ ഇണചേർന്നത്. ദൈവം അതിനെ മ്ലേച്ഛമായിട്ട് നശിപ്പിച്ച സ്ഥലമാണ്. ഈ നാശത്തിൻ്റെ സംസ്കാരം വീണ്ടും ഈ കാലങ്ങൾ രൂപപ്പെട്ടു വന്നത് ചില മെത്രാന്മാർ അതിനെ ആശീർവദിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത്, എൻ്റെ ദൈവമേ, ബെനഡിക്റ്റ് 16 മാർപ്പാപ്പയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ചാർജിലുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം അതിനെ റിയാക്ട് ചെയ്തേനാ. സത്യത്തിന് സൂക്ഷിപ്പുകാരാവശ്യമുണ്ട്. അതിനുവേണ്ടിയാണ് ഹോളി സീ ദൈവം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ദൗത്യം ഏറ്റെടുത്ത് ഈ കാലഘട്ടത്തിൽ ദൈവത്തിന് സാക്ഷികളായി പരിഷ്കരിക്കാൻ അത് ശക്തമായ സമയത്ത് മനുഷ്യൻ്റെ മുഖം നോക്കാതെ വിശുദ്ധിക്ക് വേണ്ടിയും സത്യത്തിന് വേണ്ടി നിലനിൽക്കാൻ സഭയെ ശക്തിപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ഹല്ലേലൂയ, 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 മഹത്വം, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം. അന്ന് മുതലാണ് എബ്രഹാത്തിനോട് ദൈവം പറഞ്ഞത്, എന്താ പറഞ്ഞത്? നീ കുറ്റമറ്റവനായിരിക്കണം, ലോത്തിനെ പോലെ ആവരുതെന്ന്. അതാണ് വിഷയം. ലോത്തിൻ്റെ വിഷയം, ലോത്ത് ഈ ലോകത്തോട് അനുരൂപപ്പെട്ട് തൻ്റെ ശിക്ഷാവിധി ഏറ്റുമേടിച്ച നിമിഷം ലോത്തിനോട് വേർപിരിഞ്ഞു പോരാൻ ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞായിരുന്നു എബ്രഹാം. സ്വന്തം സഹോദരൻ്റെ മകനാണ് ലോത്ത് സഹോദരൻ്റെ മകനാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ദൈവതിരുസന്നിധിയിൽ പാപകരമായ സാഹോദര്യം കോംപ്രമൈസ് ചെയ്യണില്ല. അതാണ് വിഷയം. ഇപ്പം നിങ്ങളുടെ സഹോദരൻ്റെ മകനാണെന്നൊക്കെ പറഞ്ഞിട്ട് കഥയില്ല. ലോത്ത് നശിപ്പിക്കപ്പെട്ടതിന് ശേഷം, ലോത്തിനെ വേർപിരിഞ്ഞതിന് ശേഷം എബ്രഹാം ലോത്തിനെ പിന്നെ രക്ഷിച്ചു. പക്ഷേ പിന്നീട് അവർ പിരിയുകയും ചെയ്തു. പക്ഷേ എന്നാലും ലോത്ത് എവിടെയെല്ലാം ചെല്ലുന്നു അവിടെയെല്ലാം പ്രോബ്ലമാണ്. കാര്യം അയാളുടെ മനസ്സ് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ വരണത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് പിരിയാൻ വേണ്ടി. പക്ഷേ എബ്രഹാം ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അതേ വിഷയം തന്നെയാണ്. ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്നപ്പോൾ അതിൻ്റെ കൂടെ ഹാരാൻ്റെ കൂടെ അവരുടെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. അപ്പോൾ ഹാരാനിൽ നിന്ന് പോകുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നും ഉണ്ടായില്ല. പറഞ്ഞു മനസ്സിലായില്ലേ? എബ്രഹാം ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന വിഗ്രഹാരാധനയും ഇതുപോലെ സ്വജന വർഗഭോഗവും സ്വവർഗഭോഗവും ഇങ്ങനെയൊക്കെയുള്ള വൃത്തികെട്ട മ്ലേച്ഛമായ ജീവിതത്തിൽ നിന്നാണ് എബ്രഹാത്തിനെ വിളിച്ചുകൊണ്ട് പോകുന്നത്. പക്ഷേ വിളിച്ചുകൊണ്ട് പോകുന്നപ്പോഴേ എന്നാ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കൂടെ ലോത്തിനെയും വിളിച്ചുകൊണ്ട് പോകുന്നു. പിന്നെ ഹാരാനിൽ നിന്ന് വിളിച്ചുകൊണ്ട് പോകുന്ന അൾട്ടിമേറ്റായിട്ടുള്ള ദൈവം ഉദ്ദേശിച്ച കാര്യം നടന്നില്ല. അതാണ് വിഷയമായി പോയത്. ഇപ്പം യാക്കോബിൻ്റെ 2 ലേയായും റാഖേലും പോന്നപ്പോൾ റാഖേലും അവിടുന്ന് ലാബാൻ്റെ അടുക്കൽ നിന്ന് തിരിച്ച് വാഗ്ദാന നാട്ടിലോട്ട് പോരുമ്പോൾ അവരുടെ വിഗ്രഹത്തെ കൂടി റാഖേൽ അടിച്ചു മാറ്റി കൊണ്ടുപോകുന്നായിരുന്നു, ഇല്ലേ? അതാണ് വിഷയം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് പിന്നീട് യാക്കോബുമായിട്ട് മൽപ്പിടുത്തത്തിന് ദൈവം തയ്യാറായതിന് കാര്യം. ഇവൻ്റെ എളി ഉളുക്കി കളയാൻ കാരണം അതാണ്. ഇവൻ കുറേ ധാരണയാണ്. എനിക്ക് ആടുണ്ട്, പശുവുണ്ട്, ഒട്ടകമുണ്ട്, അതെല്ലാം കൊടുത്ത് ചേട്ടായിയെ വശത്താക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചേട്ടായിയെ കണ്ടപ്പോൾ യേശാവ് പറഞ്ഞു, എനിക്കിതിൻ്റെ ആവശ്യമൊന്നുമില്ല, നീ എൻ്റെ കടിഞ്ഞുള്ള അവകാശം അടിച്ചുകൊണ്ട് പോയി. പക്ഷേ അടിച്ചുകൊണ്ട് പോയിട്ട് എനിക്കിപ്പോൾ തോന്നുന്നില്ല. കാര്യം നിനക്കുള്ളതിനേക്കാൾ കൂടെ ഇരട്ടി ദൈവം എനിക്ക് തന്നു. പിന്നെ നീ എന്തടിച്ചുകൊണ്ട് പോയെന്നാണ് പറഞ്ഞത്? അതാണ് വിഷയം. ഒന്നും അടിച്ചുകൊണ്ട് പോയിട്ടില്ല, നിനക്ക് തോന്നിയത് അടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ അതെനിക്കതൊന്നും വേണ്ട, ആവശ്യത്തിന് കൂടുതലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിയെ വശത്താക്കാൻ വേണ്ടി മാനുഷികമായ ചില തന്ത്രങ്ങളാണ് യാക്കോബ് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ മാനുഷിക തന്ത്രങ്ങളും കുതന്ത്രങ്ങളും വെച്ചുകൊണ്ട് നീ മേൽക്കോയ്മ നേടാൻ നോക്കണ്ട. അതിനെ വിട്ടുമാറിയിട്ട് ദൈവവുമായിട്ട് ഡയറക്റ്റ് ഫൈറ്റ് വരണത് അങ്ങനെയാണ്. ഫൈറ്റ് വന്ന അവസാനം ഇവൻ്റെ എളി ഉളുക്കി കളയും. അപ്പോൾ യാക്കോബിന് മനസ്സിലാകും ഇനി ദൈവത്തെ അടിസ്ഥാനപ്പെടുത്തി തന്നെ ജീവിക്കാമെന്ന്.
അതുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യുന്ന ഇടത്ത് വെച്ച് അങ്ങയുടെ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു പുതിയ സംസ്കാരത്തിന്റെ ഉടമയായി എന്നെ പുനഃക്രമീകരിക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. അപ്പോൾ ഒത്തിരിയേറെ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ടാണ് എബ്രഹാത്തിനോട് ദൈവം ഉടമ്പടി ചെയ്യണത്. എന്താണ്? നീ എൻ്റെ മുമ്പാകെ വ്യഭിരിക്കുക, പിന്നെ എന്ത് ചെയ്യണം? കുറ്റമറ്റവനായിരിക്കുക. അതെന്താ ദൈവം അങ്ങനെ പറയാൻ കാരണം? ലോത്തിനെപ്പോലെ ആകരുതെന്നതിൻ്റെ അർത്ഥം. അതാണ് വിഷയം. നമ്മളെപ്പോഴും അത് ഒറ്റക്കത് വായിക്കുമ്പോൾ ഓർക്കും അതിൻ്റെ മുമ്പാകെ ദൈവമല്ലേ, ദൈവത്തിൻ്റെ മുമ്പാകെ വ്യാപരിക്കുമ്പോൾ കുറ്റമറ്റവനായിരിക്കേണ്ടത്. അങ്ങനെയല്ല പ്രശ്നം. ഒരു തേർഡ് പാർട്ടിയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദൈവം സംസാരിക്കുന്നത്. എന്താണ്? 17:2 സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. അത് പറഞ്ഞ്, സർവശക്തനായ ദൈവമാണ് ഞാൻ, എൻ്റെ മുമ്പാകെ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർത്തിക്കുക. എന്നിട്ട് ഇതിൻ്റെ അർത്ഥം ലോത്തിനെ പോലെ ആവരുത്, സോദോം നിവാസികളെ പോലെ ആവരുതെന്നതിൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ അർത്ഥം അതാണ്. എന്ന് വെച്ചാൽ നിൻ്റെ കൂട്ടുകെട്ടുകൾ പരിശോധിക്കണമെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? നീ ഏത് ഉടമ്പടി എടുത്താലും നിൻ്റെ കൂട്ടുകെട്ടുകൾ പൊളിയാണെങ്കിൽ, ഇപ്പം പൊളിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ മോശമെന്ന് അർത്ഥം, ഇപ്പം പൊളിയെന്ന് വെച്ചാൽ നല്ലതാണ്. എന്തൊരു മനുഷ്യൻ്റെ ലാംഗ്വേജിൻ്റെ പോക്കി. അപ്പം നിൻ്റെ കൂട്ടുകെട്ടുകൾ മോശമാണെങ്കിൽ തീർച്ചയായിട്ടും നിൻ്റെ ഉടമ്പടി അത് ബാധിക്കും. അതാണ് വിഷയം. കാര്യം ലോത്തിന് സംഭവിച്ചത് എന്താ? അവൻ കൂടാരമടിച്ചപ്പോൾ സോദോമിനോട് ചേർത്ത് വെച്ച് കൂടാരമടിച്ചു. അതാണ് വിഷയം. അപ്പം നമ്മൾ സോദോം നിവാസികളെ അതുപോലെയുള്ള ആൾക്കാരുടെ മാനസികാവസ്ഥ, വിശ്വാസമില്ലാത്തവരുണ്ടാവും, വിശ്വാസം എതിർക്കുന്നവരുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ ഗുഡ് ബൈ പറയണം ശരിക്കും. അത് ഭയങ്കര വിഷയമാണ്. ഉടമ്പടി കാലത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഡിറ്റാച്ച്മെൻ്റ് എന്ന് പറയണത്. അപ്പോൾ വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾക്ക് എപ്പോഴും എതിർപ്പ് പറയുന്നവരും വിശ്വാസത്തെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യമില്ലാത്തവരും അവരോടൊക്കെ നമുക്ക് സഹവർത്തത്തിൻ്റെ ഒരു ആവശ്യമില്ല. എന്താ കാര്യം? ഉടമ്പടിയുടെ കാലമെന്ന് പറയണത് ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിക്കാനുള്ള കാലമാണത്. കാര്യം ദൈവവും നീയും തമ്മിലുള്ള ഒരു സ്വകാര്യതയുടെ ഭാഗമായിട്ടാണ് അത് ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അതിനെ എന്താ ദൈവം ഉദ്ദേശിക്കുന്നത്? നാശക്കുഴിയിൽ നിന്ന് നിന്നെ പാറമേൽ ദൈവം നിർത്താൻ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ ഒരു സാക്ഷ്യം പറഞ്ഞു. അതായത് ഒരു വയനാട്ടിലെ ഒരു ചെടുത്തിയുടെ സാക്ഷ്യമാണ്, ഞാൻ കേട്ടതാണ്. അതായത് അനിത എന്നാ ചേച്ചിയുടെ പേര്. അപ്പോൾ അവരുടെ സാക്ഷ്യം എന്ന് പറയണത്, അവർ ഉടമ്പടി എടുത്ത ഉടനെ ഒരു സ്വപ്നം കാണും. സ്വപ്നം കണ്ടു വെച്ച് കഴിഞ്ഞാൽ അവരെ ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും ദൈവം ഒരു പാറപ്പുറത്ത് കയറ്റി നിർത്തും. എന്നിട്ട് പെട്ടെന്ന് 2 ചിറകുകൾ അവർക്ക് കൊടുക്കും. ഇവർ ഒരു പ്രേക്ഷിതയാണ് ശരിക്കും. ആ സ്ഥലത്തുള്ള സഭാപ്രവർത്തകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനമൊക്കെ അനുസരിച്ച് ജീവിക്കുന്ന പാർട്ടിയാണ്. പക്ഷെ അവരൊന്ന് ഉടമ്പടി എടുക്കാൻ കാരണം അവരുടെ ഒരു മകള് 2 മക്കളുണ്ട്. 2 മക്കൾ, ഒരു മകൾ, രണ്ടും ഒരേ സമയത്ത് ഇരട്ടസന്തതികളാണ്. ഒരേ സമയത്ത് ഇങ്ങനെ പഠിച്ചു വരികയാണെങ്കിലും ഒരു കൊച്ചിന് ഫിസിക്കലി ഹാൻഡിക്യാപ്പാണ്. അപ്പോൾ അവളോട് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഇരട്ടസന്തതികൾ ഒരുമിച്ച് പഠിച്ചുകൊണ്ട് പോകുമ്പോൾ അവസാനം 10ാം ക്ലാസ്സിൽ എത്തുമ്പോൾ ഒരുത്തിക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്തത് പറയുമ്പോൾ എന്ത് സങ്കടമായിരിക്കും. അപ്പോൾ അതാണ് അവരൊന്ന് ഉടമ്പടി എടുക്കുന്നത്. അതാണ് അവരുടെ സങ്കടം. അതാണ് ഉടമ്പടി എടുക്കുന്നത്. പിന്നെ അവരുടെ ചേട്ടൻ്റെ വീടുണ്ട്. ഭയങ്കര ഒത്തിരി കല്യാണങ്ങളും തറവാട്ടിൽ ഒത്തിരി വിഭവം ഒരുമിച്ച് താമസിച്ചതും ഒത്തിരിയേറെ അടിയന്തരങ്ങൾ നടന്ന പഴയൊരു വീടാണ്. പക്ഷേ ഒരിക്കലും ആ വീടൊന്ന് പൊളിച്ചു പണിയാനോ അവിടെ ഒന്ന് നല്ലവണ്ണം ഒരു മനുഷ്യനെ അന്തസ്സോടുകൂടി ജീവിക്കാനോ പറ്റണില്ല. അപ്പോൾ അതും അവർ ഉടമ്പടി വിഷയമാക്കി. ഒരിക്കലും നടക്കാത്ത കാര്യമായതുകൊണ്ട് അതും ഉടമ്പടി വിഷയമാക്കി. ഈ ഹാൻഡിക്യാപ്ഡായിട്ടുള്ള മകൾക്ക് എങ്ങനെയെങ്കിലും അവളുടെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയല്ലോ, അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഉടമ്പടി എടുത്തത്.
പക്ഷെ ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ അവർക്ക് കിട്ടുന്ന മെസ്സേജ് എന്താണ്? അവരെ ഒരു പാറപ്പുറത്തേക്ക് ദൈവം കയറ്റി നിർത്തുന്ന. പിന്നെന്താണ്? 2 ചിറകുകൾ നൽകപ്പെടുന്നു. ഉടമ്പടിയിൽ എപ്പോഴും ആൾക്കാർ സ്വപ്നം കാണും. ഞാനും കണ്ടിട്ടുണ്ട് സ്വപ്നം, ചിറകുള്ള മാതാവിനെ. അത് ചിറകുള്ള, ഇപ്പം നടന്നു വരണ കാര്യവും പറന്നു പോകുന്ന കാര്യവും സ്പീഡിന് വ്യത്യാസമുണ്ടല്ലേ? ഈ സ്പീഡാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പക്ഷെ പാറപ്പുറത്ത് കയറ്റി നിർത്തിയിട്ട് മാത്രമേ നിനക്ക് സ്പീഡ് ഉണ്ടാകത്തുള്ളൂ. ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്ന് നിനക്ക് സ്പീഡ് കിട്ടത്തില്ല. നീ ആൾക്കാരുമായിട്ട് ഗുസ്തിയും വഴക്കവും വൈരാഗ്യവും മത്സരവും പ്രതികാരവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചേറ്റിൽ നശക്കുഴി കിടന്നാൽ ഉടമ്പടി നിന്നെ പെട്ടെന്ന് പാറപ്പുറത്തേക്ക് കയറ്റി നിർത്തും. എന്താണ് പാറപ്പുറം എന്ന് പറയണത്? 4:7-24 എന്താണ്? ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നവരെ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന പാറമേൽ തന്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ്. അപ്പൊ ഭവനം പാറമേൽ പണി ചെയ്യുകയാണ് ചെയ്യണത്. അതിന് ബുദ്ധിപരമായ വിഷയമായിട്ടാണ് ദൈവം കാണുന്നത്. ഇൻ്റലക്ച്വൽ ഏർപ്പാടാണത്, ബുദ്ധിപരമാണ്, ഇമോഷണൽ അല്ല. ചൊല്ലുകയാണെങ്കിൽ ഇമോഷണലാണ് ഇല്ലേ? ആൾക്കാർ ചൊല്ലുമല്ല പ്രാർത്ഥനകളൊക്കെ, ഇമോഷണലായിട്ടൊക്കെ ചെല്ലും. കുരിശിൻ്റെ വഴിയൊക്കെ ചൊല്ലി ആൾക്കാർ കരയണം കണ്ടിട്ടില്ലേ? അപ്പോൾ കുരിശിൻ്റെ വഴി പിന്നെ ചിലപ്പോൾ സമയത്ത് ഭാഷാപരത്തിൽ പ്രാർത്ഥിച്ച ആൾക്കാർ വിറച്ചതുള്ളും, ചിലപ്പോൾ കരയും, ചിലപ്പോൾ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആൾക്കാർ കാണിക്കും. ഇമോഷണലാണതെല്ലാം. പക്ഷേ കർത്താവ് പറയണത് ഉടമ്പടി ജീവിതം ഇമോഷണൽ അല്ല, ഇൻ്റലക്ച്വലാണ്. അതാണ് വിഷയം. ചൊല്ലണ കാര്യങ്ങളല്ല ഇമോഷണലാണ്. മനസ്സിലായില്ലേ? എത്രയും തീയുള്ള മതം 1000 പ്രാവശ്യം ചൊല്ലിയെന്നൊക്കെ പറയത്തില്ലേ? ചൊല്ലണ കാര്യം ഇമോഷണലാണ്. പക്ഷേ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ അതുകൊണ്ട് നീ ഒരു പാറപ്പുറത്തൊന്നും ആകത്തില്ല. അതാണ് വിഷയം. അതാണ് ഈ നാശക്കുഴി കിടന്ന് തന്നെ നിനക്ക് ചെല്ലൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഉടമ്പടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്യണതാണ്, ചെല്ലുകയല്ല. ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. അപ്പോൾ ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു ഏർപ്പാടാണ്. പാറ ഉണ്ടാകണതും ഈ ഒരു മനുഷ്യൻ ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് കൊണ്ട് ജീവിതം പുനഃക്രമിച്ച് കഴിയുമ്പോൾ അവൻ പാറമേലായി. പിന്നെ ഉടനെ സ്പീഡ് നൽകും, ചിറക് നൽകും. അതാണ് വിഷയം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ആ ബദിരയായ കൊച്ച് അമ്മയോട് പറയും, അമ്മ ഞാനൊരു സ്വപ്നം കണ്ട് എനിക്ക് 84% മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞ്. അപ്പോൾ അമ്മ പറഞ്ഞ് നിനക്ക് 84% മാർക്ക് കിട്ടത്തില്ല, പക്ഷെ നീ ജയിക്കും, നിന്നെ പരീക്ഷയ്ക്ക് അവരെടുക്കുമെന്ന് പറഞ്ഞ്. അതാണ് വിഷയം. അമ്മയ്ക്ക് കിട്ടിയിരിക്കുന്ന മെസ്സേജ് അതാണ്. പക്ഷേ 84% മാർക്ക് ചേച്ചിക്കാണ് കിട്ടിയത്, ഹാൻഡിക്യാപ്പ് അല്ലാത്ത ചേച്ചിക്ക്. പക്ഷേ ഹാൻഡിക്യാപ്പായി ഇവൾക്ക് കിട്ടിയിരിക്കുന്ന 79% മാർക്ക് കിട്ടി. കൈ ഇടിച്ച് കർത്താവിനെ ഉടമ്പടിയെടുത്ത മക്കള് ഈശോയെ നിബന്ധനകള് ദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഇത് ടെക്നിക്കലായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ് ഉടമ്പടി. അതെന്ത് സംഭവിച്ചിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഉൽപ്പത്തി 13:12 ടേക്ക് ദ വേർഡ് ഓഫ് ഗാഡ്. ഉൽപ്പത്തി 13:12 അബ്രാം കാനാൻ ദേശത്ത് താമസമാക്കി. അബ്രഹാം കാനാൻ ദേശത്ത് ഒന്ന് പറഞ്ഞേ. അബ്രഹാം കാനാൻ ദേശത്ത് താമസമാക്കി. ലോത്ത് സമതലത്തിലെ നഗരങ്ങളിലും വസിച്ചു. ലോത്ത് സമതലത്തിൽ. അവൻ സോതോമിനടുത്ത് കൂടാരമടിച്ചു. സോതോമിലെ ആളുകൾ ദുഷ്ടന്മാരും കർത്താവിന്റെ മുൻപിൽ മഹാപാപികളുമായിരുന്നു. അപ്പൊ ഈ ആൾക്കാരുടെ കൂടെയാണ് നീ കൂടാരം അടിച്ചിരിക്കണമെങ്കിൽ നിന്റെ സഹവർത്തിത്വവും സൗഹൃദ വളയുമെങ്കിലും ഉടമ്പടി കിതക്കാൻ സാധ്യതയുണ്ട്. ഇറ്റ്സ് എ വെരി സീരിയസ് തിങ്. ഇത് 13:12 ലോത്ത് കൂടാരം അടിച്ച്. എബ്രഹാം ഹാരാനിൽ കൂടാരം അടിച്ചിട്ട് അവൻ ചെയ്തത് എന്താണെന്നറിയാമോ?
അങ്ങനെ വചനമുണ്ട്, ബലിപീഠം നിർമ്മിച്ചെന്ന്. ശ്രുതികയുടെ മക്കളെ, യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. 13:18 ഉൽപ്പത്തി 13:18 വായിച്ചോളൂ. അബ്രാം തന്റെ കൂടാരം മാറ്റി എബ്രഹാം തന്റെ കൂടാരം മാറ്റി ഹെബ്രോണിലുള്ള മാമ്രയുടെ ഓക്കുമരങ്ങൾക്ക് സമീപം താമസമാക്കി. അവിടെ അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു. ഇത് ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് ബലിപീഠം വരുന്നത്. നമ്മൾ ആദ്യം മുതൽ നോക്കിയാൽ മനസ്സിലാകും. നമ്മുടെ ബലിപീഠം ഉടമ്പടിയല്ലേ? ഇല്ല, പുതിയ നിയമത്തിൽ ബലിപീഠവും കർത്താവിൻ്റെ പുതിയ ഉടമ്പടിയാണ്. അപ്പോൾ ദൈവവും മനുഷ്യനും തമ്മിലുള്ള നീ എൻ്റെ വചനങ്ങൾ നിർവർത്തിച്ചാൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അതാണ് ആ വചനം നിവർത്തിക്കാനും ആ നിവർത്തിച്ചു എന്നുള്ള കാര്യം അനുഷ്ഠാനങ്ങളിലൂടെ ദൈവതിരുസന്നിധി പ്രകടമാക്കാനുള്ള ഒരു മീഡിയമാണ് ഈ ബലിപീഠമായിട്ട് വരണത്. എബ്രാഹാം ഉടനെ കവനൻ്റ് നവീകരിക്കുകയാണ് ചെയ്യണത്. ലോത്തുമായിട്ട് വിട്ടുപോരും. ലോത്തുമായിട്ട് പിന്നെ അവനെ സഹകരിക്കത്തില്ല. ലോത്തിന് വിട്ടു പോന്നിട്ട് ഹാരാനിൽ അവൻ കൂടാരം അടിക്കും. ലോത്തിൻ്റെ കൂടാരം അടിച്ചിരുന്നെങ്കിൽ കാര്യം എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എബ്രാഹാം ഹാരാനിൽ നിന്ന് പോന്നു. അവൻ അവിടെ വളരെ മോശമായ ഒരു സാഹചര്യത്തിൽ ജീവിച്ച ആളാണ്. അങ്ങനെ എബ്രാഹാം അല്ലെങ്കിലും ആ നാട്ടുകാർ വൃത്തികെട്ട മനുഷ്യരാണ്. അപ്പം അങ്ങനെയുള്ള മ്ലേച്ഛമായ ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല, അത് സാന്മാർഗ ജീവിതത്തെക്കുറിച്ച് ബോധമില്ല. അങ്ങനെയൊക്കെ ജീവിച്ച ഒരു അച്ചടക്കമില്ലാത്ത ജീവിതത്തിൽ നിന്ന് എബ്രഹാത്തിനെ ദൈവം വിളിച്ചുകൊണ്ട് പോകുമ്പോൾ ദൈവത്തിന് ലക്ഷ്യമുണ്ടായിരുന്നു. പക്ഷേ ദൈവത്തിൻ്റെ ലക്ഷ്യത്തെ എബ്രഹാം തന്നെ അട്ടിമറിക്കും. എന്താ കാര്യം? ലോത്തിനെ കൂടി കൊണ്ടുപോരും. അതാണ് വിഷയം വേണ്ടത്. ലോത്തിനെ കൂടി കൊണ്ടുപോരും. നമ്മളിപ്പോൾ കോവിഡിൻ്റെ മാസ്ക് ഒക്കെ വെച്ച് നടക്കത്തില്ല ആൾക്കാർ ഇല്ലേ? ആ മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിലുള്ള അവസ്ഥ എന്തായിരിക്കും? മാസ്ക് വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ? അതാണ് വിഷയം വേണ്ടത്. മാസ്കിൽ തന്നെ അണുക്കളുണ്ടെങ്കിൽ മാസ്ക് വെച്ചൊരു കാര്യമില്ല. അപ്പോൾ ഈ അണുക്കളുള്ള മാസ്കുമായിട്ടാണ് എബ്രഹാം പോകുന്നത്. ആ ലോത്തിനെയും കൂടെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അത് ദൈവത്തിന് ഒരിക്കലും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പം നിൻ്റെ കൂട്ടുകെട്ട് എന്താണെന്ന് നീ നോക്കണം. ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നിൻ്റെ കൂട്ടുകെട്ട് എന്താണ്? നിങ്ങൾ അവരുടെ സംസാര രീതികൾ എന്താണ്? അവരെന്തിനെക്കുറിച്ചാണ് സംസാരിക്കണത്? അവരും ചിലപ്പോൾ നിൻ്റെ കൂടെ വന്ന് ഉടമ്പടി എടുത്തെങ്കിലും അവർ പറയും വല്ലപാട് ഇതൊന്നും അവസാനിപ്പിക്കണം, എന്നിട്ട് വേണം അടിച്ചു പൊളിക്കാൻ. അങ്ങനെ ജീവിക്കുന്ന ആ ലോകചിന്ത ഉള്ള ആൾക്കാരുണ്ട്. ഇങ്ങനെ ലോത്തുമാരോട് ഗുഡ് ബൈ പറയേണ്ടി വരും. ലൂത്ത് ഗുഡ് ബൈ പറഞ്ഞില്ലെങ്കിൽ ദൈവം അതായത് നീ ദൈവത്തിൻ്റെ ആളാണെങ്കിൽ നിന്നെക്കൊണ്ട് എബ്രഹാത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് വെട്ടിമുറിച്ച് ലോത്തിനെ കളയണ കണ്ടില്ലേ? ലോത്തിനെ കളയും. എബ്രഹാം വലിച്ചുകൊണ്ട് നടന്നിട്ട് പോലും അവിടെ അടിയുണ്ടാക്കി. നീ ആരെങ്കിലും കൂടെ കൊണ്ടു നടന്നാൽ അവൻ തന്നെ നിനക്ക് പണി തരും. ദൈവത്തിന് നിരക്കാത്ത ബന്ധങ്ങളോ സ്വന്തങ്ങളോ ഉണ്ടാക്കിയ അവരിലും തന്നെ പണി തരും. എബ്രഹാത്തിന് ലോത്തുമായിട്ട് അടിയുണ്ടായില്ലേ? അടിയുണ്ടാക്കിയ വെച്ചാൽ അത് ഇരന്ന് മേടിച്ച് അടിയാണത്. ഉറപ്പല്ലേ? നിങ്ങൾ ദൈവത്തെ മാറ്റി നിർത്തിയ മാനുഷ്യമായ ഒത്തുതീർപ്പിന് വന്നപ്പോൾ അടി ഇരന്ന് മേടിക്കും ആൾക്കാർ. എബ്രഹാം അങ്ങനെ അടി ഇരന്ന് മേടിച്ച ആളാണ്. എന്താ കാര്യം? ലോത്തിനെ കൊണ്ടുപോകുന്നു. അപ്പോൾ ലോത്തിൻ്റെ ഇടയന്മാർ എബ്രഹാത്തിൻ്റെ ഇടയന്മാർ തമ്മിൽ അടിയായി. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. ഉൽപ്പത്തി 13:5-6 അവന്റെ കൂടെ പുറപ്പെട്ട ലോത്തിനും ആട്ടിൻപറ്റങ്ങളും കന്നുകാലിക്കൂട്ടങ്ങളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർക്ക് ഒന്നിച്ച് താമസിക്കാൻ ആ ദേശം മതിയായില്ല. കാരണം അവർക്ക് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. ഒന്നിച്ച് പാർക്കുക വയ്യാതായി. അങ്ങനെ അബ്രാമിൻ്റെയും ലോത്തിൻ്റെയും കന്നുകാലികളെ മേയ്ക്കുന്നവർ തമ്മിൽ കലഹമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ കലഹം എബ്രഹാം ഇരന്ന് മേടിച്ചതാണ്. മര്യാദക്ക് അവിടുന്ന് ഒറ്റക്ക് പോന്നാൽ മതിയായിരുന്നു. ഈ കാണ്ടാമൃഗത്തിനെ കെട്ടിയെടുത്തുകൊണ്ട് പോരേണ്ട ഒരു കഥയും ഇല്ലായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ട് പോകുന്ന ഇപ്പം തന്നെ നിങ്ങൾക്ക് തന്നെ ചില എന്തുകൊണ്ടാണ് ചില മലയാളികൾ ഗൾഫിലും കാനഡയിലൊക്കെ പോയി കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാരെ കൊണ്ടുപോകാത്തത്? എന്താണ്? ഇവൻ അവിടെ വന്ന് ഇവനായിട്ട് തന്നെ പണി കൊടുക്കും. എത്ര പേർക്കാണ് പണി കിട്ടിയിരിക്കണത്? അപ്പോൾ കൊണ്ടുപോകുമ്പോൾ നേരത്തെ നിങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കണത് നിന്നെ ഞാൻ കൊണ്ടുപോവുകയാണ്. പക്ഷേ നീ വന്ന് അവിടെ വന്ന് എനിക്കിട്ട് പണി ചെയ്യരുത്. എന്താ കാര്യത്തിൽ കഴിഞ്ഞാൽ ഇവൻ ഈ കൊണ്ടുപോകണവന് വിദ്യാഭ്യാസം ഉണ്ടാകും കൂടുതൽ.
മറ്റവന് കൊണ്ടുപോയവന് വിദ്യാഭ്യാസം കുറവായിരിക്കും. ഇവൻ അവിടെ ചെന്നിട്ട് ഇവൻ മാനേജറാകും. മാനേജറായിട്ട് ഇവനെ എങ്ങനെയും പുറത്ത് പോച്ച് അടിക്കാനായിരിക്കും നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മ്ലേച്ഛന്മാരായ മനുഷ്യർ ലോകത്ത് ഇത്തിരി ഉണ്ടാകും. ലോകത്തുമാരുടെ എണ്ണം കൂടുതലാണ്. അപ്പോൾ ചില സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ ദൈവം നിന്നോട് വരാൻ പറയുമ്പോൾ നീ ആണ് വരേണ്ടത്. പിന്നെ ദൈവത്തെ നിരക്കാത്തവരെ വലിച്ചു കയറ്റി നിൻ്റെ കൂടെ കൊണ്ടു നിർത്തരുത്. എന്ന് വെച്ചാൽ നിന്നെ ദൈവത്തിൽ നിന്ന്, അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സഹോദരനെ സ്നേഹിക്കേണ്ടെന്നല്ല, നിന്നെ ദൈവത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ സാധ്യതയുള്ളവരെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. കാര്യം അവന് ഇംഗ്ലണ്ടിൽ ഒരു പരിചയമില്ല, ഒരു പിടിപാടും ഇല്ല. അപ്പോൾ അവന് ഇംഗ്ലണ്ടിൽ പോകണം. അവന് വിസ എല്ലാം ഒക്കെയായി, പക്ഷെ താമസ സ്ഥലം ഒക്കെ ആയില്ല. അപ്പോൾ ആ മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ണീരിട്ട്, മാതാവേ എനിക്ക് താമസിക്കാൻ ഒരു പരിചയവുമില്ല, ഞാൻ എൻ്റെ നാട് തന്നെ ഒരിടത്തും പുറത്ത് പോയിട്ടില്ല, പിന്നെ ഞാൻ ഇംഗ്ലണ്ടിൽ പോയിട്ട് ഇവിടെ പോയി താമസിക്കാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ മാതാവിൽ നിന്ന് കരചെയ്യാൻ. അപ്പം അമ്മയുടെ രീതി എന്ന് വെച്ചാൽ അമ്മയുടെ എല്ലാ സ്റ്റോക്ക് ഉണ്ടല്ലോ, അമ്മ ഇങ്ങനെ കലവറ കാണിച്ചു കൊടുക്കുക. ഉടനെ അമ്മ അവനൊരു ഇൻറ്റിമേഷൻ കൊടുത്തു, നീ ചുമ്മാ UK ഫ്രണ്ട്സിൻ്റെ ഇൻ്റർനെറ്റിലൊന്ന് സെർച്ച് ചെയ്യാൻ പറഞ്ഞപ്പോൾ ഒരു സെർച്ചിൽ ഒരു ചേട്ടായിയെ കണ്ട്. അപ്പോൾ ഉടനെ ചേട്ടായി പണ്ട് ഇവൻ്റെ കൂടെ പ്രവർത്തിച്ചതാണ് ഈ ജീസസ് യൂത്തിൽ. അപ്പോൾ ഇവൻ പറഞ്ഞ്, ചേട്ടായി ഞാൻ അങ്ങോട്ട് വരാൻ ഉദ്ദേശിക്കുന്നു, എനിക്ക് താമസിക്കാൻ സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഉടനെ ചേട്ടായി പറഞ്ഞു, നീ എളുപ്പം കയറി പോരൂ, നമ്മളിവിടെ 3 ക്രിസ്ത്യൻസാണ് ഉള്ളത്. 5 പേരുണ്ട്, 2 പേര് നോൺ ക്രിസ്ത്യൻസാണ്, 3 പേര് ക്രിസ്ത്യൻസാണ്. എൻ്റെ കാറിലാണ് അവരെ ഞാൻ പള്ളി കൊണ്ടുപോകുന്നത്, നിന്നെ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം, എളുപ്പം വരാം പറയാം. അപ്പോൾ പെട്ടെന്നാണ് എൻ്റെ മക്കളെ, നിങ്ങൾ സത്യസന്ധമായിട്ടാണ് ദൈവത്തിൻ്റെ അടുത്ത് നിങ്ങൾ ഉടമ്പടി ഉപ്പ് നോക്കാൻ വന്നാൽ മിക്കവാറും ചുണ്ട് നോക്കി തമ്പരാൻ നല്ല വീക്ക് തരാൻ സാധ്യതയുണ്ട്. അത് ദൈവത്തെ പരീക്ഷിക്കാൻ വരികയാണ്. മറിച്ച് ജീവിക്കാൻ നിവൃത്തിയില്ലാതെ ദൈവമേ നീ മാത്രമേ ഉള്ളൂ, നീ എന്നെ രക്ഷിച്ചില്ലെങ്കിൽ ഞാൻ രക്ഷിക്കപ്പെടാത്തവനായി ജീവിക്കും എന്ന് പറഞ്ഞ് കണ്ണീരിട്ട് കഴിഞ്ഞാൽ കർത്താവ് ചൂണ്ടിക്കാണിച്ചു തരും. നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കും. അപ്പം അങ്ങനെ പെട്ടെന്നെല്ലാം സെറ്റാവും. ദൈവത്തിൻ്റെ ഒരു വിടലെന്ന് വെച്ചാൽ ഉടനെ ചിറക് കിട്ടണമെന്നില്ല. ആ ചേച്ചിയുടെ മെസ്സേജ് എന്താ, കുഴഞ്ഞ് മറിഞ്ഞ ഒരു സാഹചര്യത്തിൽ നിന്ന് പാറമേൽ ദൈവം കയറ്റി നിർത്തിയിട്ട് 2 ചിറക് കൊടുത്തു. ചിറക് കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പീഡാക്കിയെന്ന് എൻ്റെ അർത്ഥം. നിൻ്റെ ജീവിത പ്രശ്നങ്ങളെ പെട്ടെന്ന് സ്പീഡാക്കും. പക്ഷേ എങ്ങനെയാണ് സ്പീഡാകണത് അതറിയണം. വെറുതെ കുത്തിയിരുന്ന സ്പീഡാകത്തില്ല. 7:24 വർക്ക് ചെയ്യണം. അവിടെ ദൈവവചനം കേൾക്കണം, പിന്നെന്താണ് അതനുസരിച്ച് ജീവിക്കണം. അപ്പോഴേ പാറമേൽ തൻ്റെ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. അതായത് ടാപ്പിംഗ് ഓഫ് ഗ്രേസ് ഒരു ഇൻ്റലക്ച്വൽ ബിസിനസ്സാണ്. മനസ്സിലായോ? ടാപ്പിംഗ് ഓഫ് ഗ്രേസ്, കൃപ ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, റബ്ബർ ടാപ്പിംഗ്, ചറമ ഊറ്റിയെടുക്കുക എന്നാണ് പരിപാടി. അതുപോലെ നമ്മൾ ഉടമ്പടിയിൽ ഗ്രേസ് ടാപ്പിംഗാണ് നടക്കുന്നത്, കൃപ കളക്ട് ചെയ്യണതാണ്. അത് ഒരു ഇമോഷണൽ വിഷയമല്ല. ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണെന്ന്, അത് ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അപ്പോൾ എന്തുമാത്രം നിങ്ങൾ അത് ചെയ്യുന്നു, എന്തുമാത്രം ചെയ്യുന്നു, ബുദ്ധിപരമായിട്ട് ആ വിഷയം ചെയ്യുന്നു, ചൊല്ലിയത് കൊണ്ട് കാര്യമില്ല. അപ്പോൾ എന്തുമാത്രം ചെയ്യുന്നു അതനുസരിച്ച് കൊണ്ട് നിങ്ങളുടെ ഗ്രേസ് കലിബർ വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നന്ദി, ആരാധന. വചനം കേട്ട് അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി വചനം നടപ്പിൽ വരുത്തുവാനും ഈ ഉടമ്പടി ധ്യാനത്തിൻ്റെ മർമ്മപ്രധാനമായിട്ടുള്ള വെളിപ്പെടുത്തൽ ആൻഡ് കവനൻ്റ് അഫെയർ ഈസ് എ ഇൻ്റലക്ച്വൽ ബിസിനസ്. അതാണ് വിഷയം. എന്താണ്? ബുദ്ധിമാനായ പാറമേൽ ഭവനം പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യന് തുല്യനാണ്. എന്താ? ഇപ്പോൾ ദൈവവചനം കേൾക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നത് ഒരു ഇമോഷണൽ ബിസിനസ് അല്ല, ഒരു വൈകാരികമായിട്ടുള്ള വിഷയങ്ങളല്ല. മറിച്ച് എന്താണ്? അത് ബുദ്ധിപരമായ ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ബൗദ്ധികമായ ഒരു നിക്ഷേപ രീതിയാണ്. എന്താണ് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, നമുക്കറിയാം ഇവിടെ ഉടമ്പടിയിൽ എന്താ ഉള്ളത്? സിമ്പിളല്ലേ? ഉടമ്പടിയിൽ നമ്മളിപ്പോൾ കാത്തലിക്സിന് അറിയണമെങ്കിൽ അറിയാം, നമ്മൾ വേദപാഠത്തിൽ പഠിച്ച കാരുണ്യപ്രവൃത്തികളേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഇന്നത് എക്സ്ട്രാ ആയിട്ട് വല്ലതും ഉണ്ടോ? ഒരു ദുർവഹമായ ചുവടുകൾ മാതാവ് നിങ്ങളുടെ പെടലേക്ക് ഇട്ട് വെച്ചിട്ടില്ല. ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ അവൻ ഈ ഭൂമി ജീവിക്കുമ്പോൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണം, രോഗികളെ സന്ദർശിക്കണം. ക്ലിയർ അല്ലേ?
കർത്താവിൻ്റെ ഭാഷ പറഞ്ഞാൽ അത് ബന്ധുക്കളല്ല, ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെയാണ് കൂടുതൽ സന്ധിക്കേണ്ടത്. പിന്നെ അവരാരും സന്ധിക്കും? ഓരോരുത്തർ അവരുടെ ബന്ധുക്കളെ മാത്രം സന്ധിച്ചു കഴിഞ്ഞാൽ അത് മാനുഷികമാണ്. ഇപ്പം ചില വിശ്വാസങ്ങളിൽ അവരുടെ സഹോദരന്മാരോട് മാത്രമല്ല അവർക്ക് കൂറുള്ളൂ, സ്നേഹമുള്ളൂ. പക്ഷേ ക്രിസ്ത്യാനിറ്റി അങ്ങനെയല്ല, ശത്രുവിനോടും കൂറ് കാണിക്കണം. അതാണ് ദൈവികത എന്ന് പറയണത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വരുന്ന വിഷയമെന്ന് പറയുമ്പോൾ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിൽ എന്താണ് അവകാശം? കർത്താവ് ചോദിക്കണില്ലേ പ്രതിഫലത്തിൽ എന്താണ് അവകാശം? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നേരിട്ട് റിട്ടേൺസ് ഒന്നും ഇല്ലാത്ത വിഷയങ്ങളിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണം. അതാണ് സിമ്പിളും. ഉടമ്പടി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്യാനുള്ള സ്ഥലം നമുക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല, ഈ റിട്ടേൺസ് ഇല്ലാത്ത. എന്താ അങ്ങനെ പറയണമെന്നറിയാമോ? നിങ്ങൾ വസ്ത്രം വാങ്ങിച്ചു, ഇപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾ കുറേ വസ്ത്രം കൊണ്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങളൊരു ഓപ്പൺ കൗണ്ടർ ഇടാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടവർ കാണത്തില്ലേ, ഇല്ലേ? അവർക്ക് ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറയാം, ഞങ്ങൾക്ക് എൻ്റെ മകൾക്ക് സ്കൂളിൽ പഠിക്കുകയാണ്, എൻ്റെ പപ്പായ്ക്ക് ഇന്ന ജോലിയാണ്, ഉടുപ്പ് കുറവാണ്, അപ്പോൾ ഉടുപ്പുണ്ടെങ്കിൽ അപ്പം ഞങ്ങൾ നിങ്ങളുടെ പേരെഴുതിയിട്ട് നിങ്ങൾ കയറി നോക്കാൻ പറയും. 10,000 ഉടുപ്പോടെ ഇരിപ്പുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഉടുപ്പ് എടുക്കാൻ പറയും. അതാണ് ഇപ്പോഴത്തെ. ഇനിയിപ്പോൾ അടുത്ത മാസം മുതൽ അത് വർക്കൗട്ട് ചെയ്യുന്നത്, മുറികളൊന്നും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വരുന്നവർ തന്നെ ഇവിടെ ഇപ്പോൾ ഒത്തിരി ഉടുപ്പുകൾ നമുക്ക് തരുന്നുണ്ട് ആൾക്കാർ കൊണ്ടുവന്ന്. പുതിയ ഉടുപ്പുകളാണ് പലതും തരുന്നത്. അപ്പം നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ പാവപ്പെട്ടുണ്ടാകത്തില്ലേ? അപ്പോൾ അവരങ്ങനെ കയറി നോക്കി അതിൻ്റെ അകത്തൊരു പോക്കണം കേട്ടെന്ന് വിചാരിക്കരുത്. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പല്ലേ, അല്ല ജോസഫത്തിൻ്റെയും കൃപാസത്തിൻ്റെ ഉടുപ്പല്ലല്ല, എൻ്റെ ദൈവത്തിൻ്റെ ഉടുപ്പല്ലേ ഞാൻ തന്നെ. അത് അങ്ങനെ ചിന്തിച്ചാൽ മതി, വേറെ ചിന്തിക്കേണ്ട, മനുഷ്യമായി ചിന്തിക്കേണ്ട കാര്യമില്ല. എൻ്റെ അമ്മ മാതാവിൻ്റെ ഉടുപ്പാണ്, അത് ഞാൻ നോക്കട്ടെന്ന് നോക്കിയിട്ട് നിങ്ങൾ നോക്കണമ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന ഉടുപ്പ് ആർക്കാണ് പറ്റുന്നത് അതുണ്ടെങ്കിൽ നോക്കി എടുത്തിട്ട് ഡിനോട്ട് ചെയ്ത് പോകണം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ അത് ഞങ്ങൾ നിങ്ങളുടെ പേരിൽ പൊതിഞ്ഞ് വെച്ചേക്കും, നിങ്ങൾക്ക് ഈസിയായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതെന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് അത് തന്ന ആൾക്കാരുടെ ബന്ധുക്കൾക്കല്ല നമ്മൾ കൊടുക്കണത്. ആണോ? അല്ല, ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് കൊടുക്കുന്നത്. ദൈവത്തിൻ്റെ വചനം മനസ്സിൽ ജീവിക്കാനും ഉടമ്പടി എടുത്തിരിക്കുന്ന ആൾക്കാർക്കാണ് നമ്മൾ കൊടുക്കണത്, അല്ലേ? ദൈവത്തിൻ്റെ ബന്ധുക്കൾക്കാണ് അത് കൊടുക്കണത്. അങ്ങനെ കൊടുക്കുമ്പോൾ ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റായി, ബുദ്ധിപരമായ നിക്ഷേപമായി. കാര്യത്തിൽ നിങ്ങൾക്ക് റിട്ടേൺസ് ഇല്ലല്ല, നിങ്ങൾക്ക് അതിൽ നിന്ന് നേരിട്ട് കിട്ടണില്ല. അപ്പോൾ നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരല്ലേ, ആവശ്യത്തിന് ദാനധർമ്മം ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ട്. കാര്യം എന്താണ്? ഒന്നുമില്ലെങ്കിൽ പള്ളിപ്പോകാനെങ്കിലും അവരെ കൂട്ടുവരുമല്ല നിങ്ങളുടെ കൂടെ. അതാണ് പ്രശ്നം. അതപ്പോൾ എന്തെങ്കിലും ഡയറക്റ്റ് റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, ബൗദ്ധികമല്ല. അതൊരു വൈകാരികമായ. അപ്പം നിങ്ങളെ നാളെ സഹായിക്കും. നിങ്ങളെ സഹായിക്കുമെന്ന് വിചാരിച്ചിട്ട് അവർക്ക് മാത്രം നിങ്ങൾ സഹായം കൊടുത്താൽ ഇമോഷണൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വൈകാരിക നിക്ഷേപമാണ്, റീഫണ്ട് ചെയ്യത്തില്ല. അതാണ് വിഷയം. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, എൻ്റെ വചനം കേട്ടിട്ട് പാറമേൽ ഭവനം പറയുന്ന ബുദ്ധിമാനായ മനുഷ്യന് തുല്യമാണ്. ഉടമ്പടി ഒരു ഇൻ്റലക്ച്വൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് റിട്ടേൺസ് വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്ന് കിട്ടത്തില്ല, ദൈവത്തിൽ നിന്ന് നേരിട്ടേ കിട്ടത്തുള്ളൂ. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ഗവൺമെൻറ് ആശുപത്രിയിൽ പോണതും രോഗികളെ കാണുന്നതും കയ്യിലുള്ള മടക്ക് അവർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണതും എല്ലാം. അവർ നമുക്കറിയത്തില്ല, ഇനി ജന്മത്തിൽ അവർ കാണാനും പോണില്ല. അത് ബുദ്ധിപരമാണ്. അത് ബുദ്ധിമാനായ മനുഷ്യനെന്ന് ഈശോ പറഞ്ഞ കാര്യം അതാണ്. എൻ്റെ വചനം കേൾക്കുകയും അത് ജീവിക്കുകയും ചെയ്യുന്നവർ പാറമേൽ പണി ചെയ്ത ബുദ്ധിമാനായ മനുഷ്യ തുല്യനാണ്. ഇൻ്റലക്ച്വൽ ഇൻവെസ്റ്റ്മെൻറ്റാണ്, വൈകാരികമല്ല, ബന്ധു സഹജമല്ല ആ വിഷയം. അപ്പം അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ അതിൻ്റെ കൗണ്ടർ പാർട്ട് ദൈവം മാത്രമാണ്, മനുഷ്യനല്ല. നമ്മൾ സഹായിക്കുന്നത് ആരെയാണ്? ദൈവത്തെയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? ഇപ്പം എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? അത് ഇൻ്റലിജൻ്റ് ക്വസ്റ്റ്യനാണിത്. ഉടമ്പടിയിൽ എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കണത്? കാരണം നമുക്ക് ബന്ധം സ്വന്തമല്ലാത്ത ആൾക്കാർക്കാണ് നമ്മുടെ സഹായം കൊടുക്കണമെങ്കിൽ നമുക്ക് വേണ്ടി തന്നെ അല്ല സഹായം കൊടുക്കണം, ദൈവത്തിനാണ് കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ സഹായിക്കാൻ കാരണം? അങ്ങനെ സഹായിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു മരിയൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ്. അമ്മ മാതാവിൻ്റെ ഒരു രീതികളുണ്ട്. എന്നുവെച്ചാൽ അമ്മ മാതാവിൻ്റെ രീതി വെച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ അമ്മ ഓരോ കാര്യം ചെയ്യും. ഇപ്പോൾ വേദപാഠ പുസ്തകത്തിലുണ്ട്, ഞാൻ രോഗിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. രോഗികളെ സന്ദർശിക്കുക, മരിച്ചവരെ അടക്കുക. അപ്പോൾ നമ്മൾ അടക്കാൻ ചേരുമ്പോൾ മണ്ണിടത്തില്ലേ?
അതൊക്കെ മരിച്ചവരെ അടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എടുത്ത കാരുണ്യ പ്രവൃത്തിയാണ്. അല്ലാതെ അവരുമായിട്ട് ബന്ധം പിരിയണം മണ്ണാങ്കട്ടയും കാര്യങ്ങളൊന്നും അല്ല. അതൊക്കെ ചുമ്മാ അലവലാദികൾ ആരോട് പറഞ്ഞ് സംഭവം മരിച്ചവരെ അടക്കുക എന്നുള്ള പുണ്യപ്രവൃത്തിയാണ്. ആ മരിച്ചവരെ അടക്കാൻ നമുക്ക് പറ്റണത് ഒരു തവി മണ്ണെടുത്ത് അതിൻ്റെ തിടുകയാണ്. അത് പുണ്യപ്രവൃത്തിയാണത്. മരിച്ചടക്കുക അത് കാരുണ്യ പ്രവൃത്തിയാണ്. പക്ഷേ കാരുണ്യ പ്രവൃത്തി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ചില പിള്ളേർ കുഴിക്കലൊക്കെ ചെല്ലുമ്പോൾ ഞാനും ഒരു 10,700 ചവ അടച്ചിട്ടുണ്ട്. അപ്പോൾ ചില പിള്ളേരവിടെ വന്നിട്ട് വാരി വാരി എറിയണ കാണാം. അടക്കി കഴിയുമ്പോഴേ കൊച്ചു പിള്ളേരൊക്കെ ഉണ്ടാകുമല്ലോ അടക്കണ സ്ഥലത്ത്. അപ്പോൾ അവർ ആ കുഴിക്കാനുള്ള മണ്ണ് വാരി വാരി ഇടും. അവർക്ക് എന്ത് വല്ല പൊത്തും പോലെ ഉണ്ട്. ഇങ്ങനെയും നമുക്ക് കാരുണ്യ പ്രവൃത്തി ചെയ്യാം. മനസ്സിലായില്ല? മരിച്ചവർ അടക്കുന്ന പോലെ വാരി വാരി ഇടാം. അതല്ല, അങ്ങനെയുള്ള അഭ്യാസങ്ങളല്ല സംഭവം. മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയണത്, ഇപ്പം അമ്മ യേശുവിനെ സ്വീകരിക്കാനും യേശുവിനെ കൊടുക്കാനും ഒരു മരിയൻ മെത്തേഡ് നമ്മൾക്ക് നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ കാര്യം? എന്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്ന സമയത്തെല്ലാം ഇവരെന്നാ ഈ പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് മൊബൈൽ ഓഫ് ചെയ്യാൻ പറയത്തില്ലേ? അല്ലേ? പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് നമ്മൾ മൊബൈൽ ഓഫ് ചെയ്യാൻ പറയും. ഇതുപോലെ ഇന്ധനം നിറക്കുന്ന സമയത്തൊക്കെ അമ്മ നിശബ്ദയായിരിക്കും. പവർ അടിക്കുന്ന സമയത്തേ അമ്മ നിശബ്ദയായിരിക്കും. ബൈബിൾ എന്താ പറയണത്? ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാണ് പറയണത്. ഇന്ധനം നിറയ്ക്കണം നടത്താം. പവർ ആർജിക്കുകയാണ് അമ്മ ഭയങ്കര. ഒന്നാമത്തെ ഇവർ ബോധജ്ഞാനത്തിന് സിംഹാസനമാണ്. നിങ്ങൾക്ക് ഇവിടെ തോന്നുന്നുണ്ടാവും ഉടമ്പടി ഇത്രയും ഇടിവെട്ട് കത്താൻ കാര്യം ഇതിനകത്തും ഇടിവെട്ട് സ്പിരിച്വാലിറ്റിയാണ്, മരിയൻ സ്പിരിച്വാലിറ്റിയാണ്. എന്താ കാര്യം? ഇവർ ഇന്ധനം നിറക്കണ സമയമൊക്കെ അവർക്ക് നല്ലവണ്ണം അറിയാം. അവരവിടെ പിച്ചുമ്പയും പറഞ്ഞ് എന്നോട് അങ്ങനെ ചെയ്തില്ലേ, എന്നോട് പറഞ്ഞത് യാക്കൂബിൻ്റെ ഗോത്രത്തിൽ വലിയവനായിരിക്കും, ദാവീദിനെ സിംഹാസനം തരും, ആന കുനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ കാര്യത്തൊടുത്താണല്ലോ കിട്ടിയത്. അങ്ങനെ ഡയലോഗൊന്നും ഫിറ്റ് ചെയ്യാതെ മര്യാദയ്ക്ക് ഇന്ധനം ആ സമയത്ത് അപ്പൻ പറഞ്ഞ കാര്യങ്ങളും മൗനമായിട്ട് സ്നേഹത്തോടെ. ഇവിടെയാണ് പ്രോബ്ലം. കാറ്റക്കിസം പുസ്തകം വായിച്ചാൽ നമ്മളാരും വിശുദ്ധരാകത്തില്ല. മരിയൻ പുസ്തകം വായിക്കണം. കാറ്റക്കിസം പുസ്തകത്തിലെ കാരുണ്യപ്രവൃത്തികൾ സാങ്കേതികമായിട്ടാണ് കിടക്കുന്നത്. പക്ഷേ മരിയൻ പുസ്തകത്തിലെ അമ്മ ഇതെങ്ങനെ ചെയ്തത്? അമ്മ ആ ജോലി ചെയ്തത് ഔട്ട് ഓഫ് ലവ്, ഔട്ട് ഓഫ് ഫെയ്ത്ത്, ഔട്ട് ഓഫ് ഫിഡലിറ്റി, ഔട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ്. 4 കാര്യങ്ങളിലാണ് അമ്മ ഇത് ചെയ്തിരിക്കുന്നത്. ഉടമ്പടിയുടെ ഓരോ കാര്യങ്ങളും അമ്മ ചെയ്ത പോലെ ചെയ്യണം. അപ്പോഴാണ് ഈ സംഭവം പാറമേൽ കയറ്റി നിർത്താൻ പറ്റണത്. അപ്പോഴാണ് ചിറകടിക്കണത്. മനസ്സിലായില്ലേ? ഇതിന് ടെക്നിക്കാലിറ്റി മനസ്സിലാക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ എന്താ ചെയ്തത്? അമ്മ ഈജിപ്തിലോട്ട് പോകാൻ പറയുമ്പോഴും ചൊരക്കുഞ്ഞിനെയും കൊണ്ട് പായും. പക്ഷെ ആരോടും പരാതി പറയത്തില്ല. അവരോടും അവസാനം അത്യുവിൻ്റെ പുത്രനെ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരു അത്തിൻ്റെ പുത്രനെ പുള്ളിക്കാരത്തെ തന്നെ രക്ഷിക്കാൻ വേണ്ടി 4 കാലേബിന് ഓടേണ്ട ഒരു അവസ്ഥ വന്നില്ലേ? അപ്പോൾ വിശ്വാസം ജീവിതമായിട്ട് ഒരിക്കലും പൊരുത്തപ്പെടുന്നില്ല. വിശ്വാസത്തിൽ കേട്ടതും വചനത്തിൽ കേട്ടതെന്ത്, ജീവിതത്തിൽ നടക്കണതെന്ത് തമ്മിൽ കടലും കടലാടിയും പോലെ ബന്ധമില്ലാത്തപ്പോൾ ഇവരെ പൂർണ്ണ നിശബ്ദത പാലിച്ചിട്ട് ഇന്ധനം നിറക്കുന്ന നിശബ്ദത പാക്ക് ചെയ്യും. അത് അതിമനോഹരമായി. അമ്മ എന്തുകൊണ്ടാണ് ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? അമ്മ എന്തുകൊണ്ടാണ് ഈ നിശബ്ദത പാലിച്ചപ്പോൾ അമ്മ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബുദ്ധി എന്താണ്? അതായത് ഇന്ധനം നിറക്കുകയാണ്, അപ്പായുടെ ശക്തി നിറക്കുകയാണ്, അപ്പായുടെ കൃപ നിറയുകയാണ്. അത് അവിടെ പാലിക്കേണ്ടത് സമർപ്പണമാണ്. ഇതാ കർത്താവിൻ്റെ ദാസി, അങ്ങയുടെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. അതാണ് നിശബ്ദതയുടെ അടിസ്ഥാനം. ഇതാ കർത്താവിൻ്റെ ദാസി. ഓരോ ചെയ്ത്തിലും അമ്മ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നത് ബിഹോൾഡ് ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡ്. ഉടമ്പടി എടുക്കുന്ന ആൾക്കാർ ദൈവത്തിൻ്റെ ഹാൻഡ് മെയ്ഡ് ഓഫ് ദി ലോഡാണ്, ദൈവത്തിൻ്റെ ദാസനാണ്. അവരധികം സംസാരിക്കുകയില്ല. എൻ്റെ ദാസൻ സംസാരിക്കത്തില്ലെന്ന് പറഞ്ഞില്ലേ? അവൻ ചതഞ്ഞ് ഞാൻ കണ്ണ് ഒടിക്കത്തില്ല, പുതഞ്ഞ തിരിക്കെടുത്തത്തില്ലെന്ന് ഐസയ 53:7 പറയുന്നില്ലേ? അതായത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഏതെങ്കിലും വൈരുദ്ധ്യാത്മകമായിട്ടുള്ള അനുഭവങ്ങൾ കാരണം ദൈവമായിട്ട് നിങ്ങൾ യുദ്ധത്തിന് പോകരുത്. ഇറ്റ് ഈസ് നോൺ സെൻസ്, ഇറ്റ് ഈസ് ഇമോഷണൽ. അത് ഒരു അയുക്തികമാണ്, അതേസമയം തന്നെ വൈകാരികമാണ്. പക്ഷേ യു മസ്റ്റ് ഹാവ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ദാറ്റ് ഈസ് ഇൻ്റലക്ച്വൽ. നിങ്ങൾക്ക് മാതാവിനെ പോലെയുള്ള ഒരു നിക്ഷേപ മാനസികാവസ്ഥ ഉണ്ടാകണം. അത് ബുദ്ധിപരമാണ്. എന്താണ്? ഇപ്പം തന്നെ 119 സങ്കീർത്തനം 11 വാക്യം വായിക്കുക. ശ്രുതികട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. 119 സങ്കീർത്തനം 11 തിരുവചനം.
അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. അതാ സംഭവം. അതായത് ദൈവം പറഞ്ഞ ഓരോ വചനവും ജീവിതത്തിൽ നടക്കാതെ വരുമ്പോൾ അത് ഹൃദയത്തിൽ സൂക്ഷിക്കാനുള്ളതാണ്. അല്ല പിച്ചുമ്പയും പറഞ്ഞ് എന്നോട് അങ്ങനെയല്ല പറഞ്ഞത്, ഇങ്ങനെയല്ല പറഞ്ഞത്, അവ യാക്കോബിൻ്റെ കോത്ത് വലിയവനായിരിക്കും എന്ന് പറഞ്ഞല്ല, ദാവീദിൻ്റെ സിംഹാസനത്തിലാവെന്ന് പറഞ്ഞല്ല, എന്നൊരു ചാണാത്തൊടുത്തിലല്ല വന്ന് കിടക്കണത്. ഇങ്ങനെയൊന്ന് ഡയലോഗ് ഒന്ന് ഇമോഷണൽ വിഷയമാണ്. അങ്ങനെയല്ല, അത് ഇൻ്റലിജൻ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്. എന്താ കാര്യം? ഒന്നുകൂടി വായിച്ച വചനം. അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ദൈവത്തിനെതിരെ പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദൈവം പറഞ്ഞതും നമുക്ക് സംഭവിക്കണം തമ്മിൽ രാത്രിയും പകലും പോലെ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തിനെതിരെ പിറുപിറുക്കാൻ സാധ്യതയുണ്ട്, പാപം ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് സങ്കീർത്തനം 119:11 പറയണത്. പറഞ്ഞോളൂ. ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഹൃദയത്തിൽ സംഗ്രഹിച്ചെന്നാ പറയണതേ. അതാ പക്ഷേ 2:19, 2:52 ലൂക്കാന്റെ സുവിശേഷം. മേരി എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചു. എന്തിനാണ് സൂക്ഷിച്ചത്? അങ്ങേക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് എന്ന് പറഞ്ഞ് എന്റെ വിരുദ്ധ അനുഭവങ്ങളെ, വിശ്വാസ വിരുദ്ധ അനുഭവങ്ങളെ ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചു. നെക്സ്റ്റ് വേർഡ് ഓഫ് ഗോഡ്, ടേക്ക് ഇറ്റ്. പറഞ്ഞോളൂ അടുത്ത വചനം. കർത്താവേ അങ്ങ് വാഴ്ത്തപ്പെടട്ടെ. അങ്ങയുടെ ചട്ടങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. അങ്ങയുടെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. പ്രൈസ് ലോർഡ്. അപ്പൊ ഈ ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കുക കൂടിയാണ്. അതായത് പാപം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാര്യം ദൈവം നമുക്ക് തരുന്ന ഓഫറും നമ്മുടെ അനുഭവങ്ങളും തമ്മിൽ രാത്രിയും പകരും പോലെ വാളും പരിചയവും ഓങ്ങി നിൽക്കും. അപ്പോൾ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് അവിടെ ഉള്ളത്. അങ്ങനെ സംഭവിക്കണമെന്ന് വെച്ചാൽ നാക്കിട്ടടിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായ? നാട്ടുകാരെ വിളിച്ച് പറയരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തരും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കത്തില്ലേ, അവരോട് അവരുടെ അഭിപ്രായങ്ങൾ തിരക്കി. ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ നിങ്ങൾ ഉടനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കണ്ടുപിടിച്ചിട്ട് തിരക്കി പിടിച്ച് അവർ മൊബൈലിൽ വിളിച്ചിട്ട് അവർ പറയണം. അപ്പോൾ അവർ പറയും, ഉള്ള നീയാടി വായിട്ട് കുത്തും കേട്ട് കിടക്കുക, എൻ്റെ അടുത്താണ് ഈ നമ്പർ കാണിക്കണമെങ്കിൽ 8 അടി 2 പല്ലപ്പത്തേക്ക് താഴെ നമുക്കിവിടെ ഉപദേശം അതല്ലേ. ഇങ്ങനെയുള്ള പേപ്പട്ടികളുടെ വലിയൊരു ഉപദേശം ചോദിക്കുക. അതുകൊണ്ടാണ് അങ്ങയ്ക്കെതിരെ പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഇങ്ങനെയുള്ള പേപ്പട്ടികളോട് സംസാരിക്കുന്നതിന് പകരം അങ്ങയുടെ വചനം എൻ്റെ ഹൃദയത്തെ സംഗ്രഹിച്ചു. ദാറ്റ് ഇസ് മരിയൻ മോഡ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതാണ് മാതാവ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഒരു കാര്യം വ്യക്തമാണ്, അതായത് ഒന്നുറങ്ങിക്കൊണ്ട് നേരെ വിളിക്കത്തില്ല. കർത്താവ് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പാലിച്ചിരിക്കും. കഴിഞ്ഞ ധ്യാനത്തിൽ എന്താ ഈശോ പറഞ്ഞത്? ചില വചനങ്ങൾ ഞാൻ ഈ ഭൂമി വെച്ച് അവരോട് പാലിക്കത്തില്ല, പക്ഷെ അവരോട് നീ പറയണം. അത് പാലിക്കുന്ന ഒരു സമയത്ത് അവർ കൃപയുടെ സാമ്രാട്ടുമാരായി മാറും. കൈയിടിച്ച് കർത്താവ് ആയിരങ്ങളെ സൗഖ്യം പ്രാപിച്ച ഒരിടമാണ്. 10,000-കണക്കിന് ആരാധന നടന്ന മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങളെ ദൈവം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഇവിടെ അറുതി ഉണ്ടാകും. അതിന് താമസം വരത്തില്ല. എൻ്റെ മക്കൾ അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ട് അതനുസരിച്ചൊന്ന് ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നതും ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ വചനം കേട്ടുകഴിയുമ്പോൾ ആണ് കർത്താവ് എപ്പോഴും രോഗശാന്തി നടത്തണത്. കർത്താവ് ജീവിച്ചിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴെല്ലാം വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കർത്താവ് രോഗശാന്തി നടത്തുമായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസം നിറഞ്ഞ ഒരു ജനങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകണത്. എൻ്റെ മക്കൾ രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. ഓൺലൈനിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ചില രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനേക്കാളുപരി അത്
അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും, ഉള്ളംകാലം മുതൽ ഉച്ചവരെയുള്ള രോഗികൾ, ശ്വാസകോശ രോഗികൾ, ശ്വാസം മുട്ട രോഗികൾ, ആർബുദ രോഗികൾ, അസ്ഥി രോഗികൾ, PCOD രോഗികൾ, പിസ്റ്റുല രോഗികൾ, കിഡ്നി രോഗികൾ, സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, ശിരസ്സിൽ ഹാമറേജ് ഉണ്ടായിട്ടുള്ളവർ, മെനിഞ്ചിറ്റീസ് ഉണ്ടായിട്ടുള്ളവർ, കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ, വാതരോഗികൾ, ഗർഭാശയ രോഗികൾ, മൂത്രാശയ രോഗികൾ, കുടലിൽ പഴുപ്പുള്ളവർ, നടുവിലിന് വേദനയുള്ളവർ, ബ്രസ്റ്റിന് മുഴയുള്ളവർ, ശരീരത്തിന് മുഴയുള്ളവർ, എല്ലായിടത്തും കൈകൾ വെച്ചുകൊണ്ട് ശ്രുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുനാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ മക്കളെ, ഈ മണ്ണ് നിങ്ങളുടെ കണ്ണുനീര് ഏറ്റുവാങ്ങാൻ വേണ്ടി ദൈവം സൃഷ്ടിച്ചെടുത്തൊരു മണ്ണാണ്. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ മനുഷ്യന്മാരും കണ്ണുനീർ തുടച്ച് സാക്ഷ്യം പറയുന്ന അത് കേൾക്കുമ്പോഴത്തേനൊക്കെ മനസ്സിലാകും മനുഷ്യൻ്റെ എല്ലാവിധ വേദനകളും. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർക്ക്, സർവീസ് പ്രോബ്ലം ഉള്ളവർക്ക്, റവന്യൂ റിക്കവറി വരാൻ പോകുന്നവർക്ക്, അതുപോലെ തന്നെ യാത്രയിലാകാൻ പോകുന്നവർക്ക്, പരീക്ഷയിലാകാൻ പോകുന്നവർക്ക്, അങ്ങനെ ജോലി സംബന്ധമായ, വസ്തു സംബന്ധമായ, ജീവിത സംബന്ധമായ എല്ലാ കാര്യങ്ങളും, വീടില്ലാത്തവർക്ക്, അങ്ങനെ നിങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും, ഉടമ്പടി നിങ്ങൾ വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, ഉടമ്പടി പുതുക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ ഇടിമിന്നൽ പോലെ ഇടപെടലുണ്ടായി നിങ്ങൾക്കെല്ലാം സാക്ഷ്യം പറയാൻ വേണ്ടി ശ്രുതിക്കട്ടെ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സാമ്പത്തിക കടങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവിധ ജീവിത അവസ്ഥകളെ കർത്താവ്, ഭവനരഹിതർ, വീടില്ലാത്തവർ, വഴിയില്ലാത്തവർ, സ്വസ്ഥതയില്ലാത്തവർ, സമാധാനം ഇല്ലാത്തവർ, ജോലി സ്ഥലത്ത് പ്രോബ്ലം ഉള്ളവർ, ജോലി നഷ്ടപ്പെട്ടവർ, കർത്താവെ പെൻഷൻ ലഭിക്കാത്തവർ, അങ്ങനെ പല തരത്തിലുള്ള വിഷമം അനുഭവിക്കുന്നവർ, പരീക്ഷ എഴുതിയിരിക്കുന്നവർ, തോറ്റവർ, പരീക്ഷ റിസൾട്ട് പ്രതീക്ഷിക്കുന്ന റീവാലുവേഷന് കൊടുത്തവർ, ഭാഗോടപടി നടക്കാത്തവർ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ തീരാവേദികൾ, എല്ലാവിധ ജീവിത ദുരിതങ്ങൾ യേശുക്രിസ്തു നാമം നിർവീര്യമാകട്ടെ. കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. സുഖമായി എൻ്റെ ഉള്ളം അരികിൽ വരേണേ, സദയം തൊഴേണേ, സുഖമായി എൻ്റെ ഉള്ളം. ഇരിക്കുക. അവസാനം ഒരു 5 മിനിറ്റ് തരാം. അപ്പം മുട്ടി നിന്നാൽ മതി. സമാപനാശീർവാദത്തിന് മുമ്പ് എന്തെങ്കിലും വിഷയങ്ങൾ സ്വകാര്യമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആശീർവാദത്തിന് മുമ്പുള്ള 5 മിനിറ്റ് തരും. ഇപ്പോൾ അറിയിപ്പാണ്. കൃപാസനത്തിൽ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാക്ഷ്യം പറയുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. മുമ്പിൽ സമയമില്ലാത്ത എല്ലാ വിഷയങ്ങളും രേഖയുണ്ടെങ്കിൽ അച്ഛനവരെ
കണ്ട് പ്രാർത്ഥിക്കാനും ബ്ലെസ് ചെയ്യാനും അവസരമുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ വിഷയത്തിൻ്റെ എമർജൻസി കാണിക്കുന്ന രേഖ കൊണ്ടുവരണം. ഉടമ്പടി പുതുക്കിയതായിരിക്കുമോ അല്ലെങ്കിൽ ഉടമ്പടി എടുത്തതോ ആയിരിക്കണം. എല്ലാ ദിവസവും വിദ്യാർത്ഥികൾക്കും നമ്മുടെ ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിൽ പരീക്ഷാ പ്രാർത്ഥന ലഭിക്കുന്നതായിരിക്കും. പ്രൊഫഷണൽസിന് നിങ്ങളിവിടെ രോഗികളെയും കൊണ്ട് വരുന്ന ദിവസം അച്ഛനെ കാണാൻ നിർബന്ധമുള്ളവർ അച്ഛനുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി, നിങ്ങൾ വരുന്ന ദിവസം അച്ഛനുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി 9447285400 വിളിക്കുക. പിന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നവർക്ക്, അന്യ ദേശങ്ങളിൽ നിന്ന് വരുന്നവർക്കും കൃപാസനത്തിൽ സുരക്ഷിതമായി വന്ന് താമസിച്ച് പ്രാർത്ഥന കൂടുന്നതിനായിട്ട് അവർക്ക് 5 വർഷത്തേക്ക് ഒരു മുറി കൊടുക്കും. 4 ദിവസം 5 വർഷത്തേക്ക് ഒരു വർഷം 4 ദിവസം വെച്ച് ഫ്രീ ആയിട്ട് ഒരു മുറി കൊടുക്കുന്നതാണ്. അതിനു വേണ്ടിയുള്ള പ്രോജക്റ്റിന് 94 47 69 68 15 നമ്പർ വിളിക്കുക. കൃപാസനത്തിൽ പ്രേക്ഷിത പേര് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ, മിഷണറീസ് ഓഫ് മരീൻ പാരിഷൻസ് അങ്ങനെയുള്ളവർ 82 81 29 75 11 നമ്പറിൽ വിളിക്കുക. കൃപാസനത്തിൻ്റെ എല്ലാവിധ 9 ഭാഷകളിലെ പത്രമുണ്ട്. ഇറ്റാലിയൻ, ജർമ്മൻ ഉൾപ്പെടെ നമ്മുടെ മറാത്തി, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, ആ സ്ഥലങ്ങളിലെ പ്രേക്ഷിതവരൊക്കെ പോകുന്നവർ ആ ഭാഷയിലെ പത്രമാണ് വാങ്ങിച്ചുകൊണ്ട് പോകേണ്ടത്. കൃപാസനത്തിൽ നിന്ന് സാമ്പത്തിക നിങ്ങളിൽ നിന്ന് ഇപ്പം നമ്മളുടെ തന്നെ ഐഡിയൊക്കെ അടിച്ചു മാറ്റിയിട്ട് ചില ആൾക്കാർ കൃപാസനത്തിൽ നിന്നാണെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങളോട് സാമ്പത്തിക സഹായം ചോദിക്കുന്നു. അപ്പം അത് ഹാക്കേഴ്സ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പം അങ്ങനെ ഒരിക്കലും ഒരു സാമ്പത്തികമായിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല. നിങ്ങൾ ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും ഇവിടുത്തെ അവസ്ഥകൾ എന്താ. അങ്ങനെ ആർക്കെങ്കിലും സാമ്പത്തികം കൊടുക്കണമെന്നുണ്ടെങ്കിൽ അവർ ഫൈനാൻസ് സെക്രട്ടറി കണ്ടിട്ട് പൈസ കൊടുത്തിട്ട് രേഖ എഴുതി വാങ്ങിക്കണം. രേഖ എഴുതി വാങ്ങിക്കാത്ത, കൃപാസനത്തിൻ്റെ ലെറ്റർ പാഡിൽ അല്ല രസീത് ബുക്കിൽ ഒപ്പിട്ട് വാങ്ങിക്കാത്ത ഒരു സഹായവും ആർക്കും ഇവിടെ വെച്ച് കൈമാറരുത്. അതൊന്നും കൃപാസനത്തിന് ലഭിക്കത്തില്ല. അതെപ്പോഴും ആളറിയാതെ നിങ്ങളൊന്നും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ചിലപ്പോൾ ആരെങ്കിലും കൊടുത്ത് തുലച്ചിട്ട് പോകാൻ ഉദ്ദേശിക്കുക, അത് ദൈവത്തിന് അത് പ്രയോജനം ഉണ്ടാകത്തില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കണം, രസീത് തരണമെന്ന് പറയണം. അല്ലെങ്കിൽ ആ വാങ്ങിക്കുന്നവരുടെയും കുടുംബം മുടിഞ്ഞു പോകുകയുള്ളൂ, നിങ്ങളുടെ പൈസ വാങ്ങിച്ച് അടിച്ചു മാറ്റുന്നവരെ. അപ്പോൾ അതെല്ലാം ശ്രദ്ധിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ആരൊക്കെയുടെ കയറി ഓഫീസിൽ ഇരിക്കണമെന്ന് അറിയത്തില്ല. തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ ഓരോരുത്തർ കയറ്റിയിരുത്തും. ചിലപ്പോൾ അവർക്കൊക്കെ നിങ്ങൾ പൈസ കൊടുത്തു കൃപാസനത്തിൻ്റെ ആൾക്കാരാണെന്ന് വിചാരിക്കും. ആൾക്കാരാണ്. നിങ്ങൾക്ക് ഉടനെ ചെയ്യേണ്ടത് രസീത് തരാൻ പറയണം. അത് ഫൈനാൻസ് സെക്രട്ടറിയാണ് രസീത് തരേണ്ടത്. അപ്പോൾ നിങ്ങൾ ഫൈനാൻസ് സെക്രട്ടറി ആണോ എന്ന് ചോദിക്കണം. അതാണ് വിഷയം. അപ്പോൾ അതിന് കൃത്യമായിട്ട് ദൈവത്തിന് കൊടുക്കേണ്ട കാര്യം ദൈവത്തിന് കൊടുക്കണം. പക്ഷേ ഞങ്ങൾ ഇതിൻ്റെ പേരിൽ ചോദിക്കുകയോ പൈസ ചോദിക്കുകയോ അങ്ങനെ ഒരു വിഷയം ഒരിക്കലും ഉണ്ടായിട്ടില്ല, ഇനി ഒരിക്കലും ഉണ്ടാകത്തില്ല. ഇവിടുത്തെ ഒരു സാമ്പത്തിക സെറ്റപ്പ് നിങ്ങൾക്ക് മനസ്സിലാക്കിയാൽ മതി. ഒരു സ്വസ്ത്രക്കാഴ്ച പോലും എടുക്കണില്ല, ഒരു കുർബാന പണം പോലും എഴുതി വെച്ചിട്ടില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ രീതികൾ. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ആരെങ്കിലും ഞങ്ങളെ കൃപാസനം വെച്ച് മുതലാക്കുന്നുണ്ടെങ്കിൽ ആ സാത്താൻ്റെ പ്രവർത്തനം നിങ്ങൾ തിരിച്ചറിയണമെന്നാണ് എൻ്റെ അപേക്ഷ. ലോകത്തിൽ എവിടെ ഇരുന്നും അമ്മയുടെ മുമ്പിൽ തിരിതിരച്ച് പ്രാർത്ഥിക്കാൻ www.kripasanam.com ലൈറ്റക്കാൻ്റെ പെരക്കസിട്ട് പ്രാർത്ഥിക്കാവുന്നതാണ്. എല്ലാവരും മുട്ടേ നിൽക്കുക. സമാപന ആശീർവാദത്തിൻ്റെ സമയമാണ്. 5 മിനിറ്റ് ഇവിടെ നിശബ്ദ പ്രാർത്ഥനയുടെ സമയമാണ്. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങൾ, ഉടമ്പടി ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ എല്ലാം മാതാവിന് എൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകുർബാനയിൽ സമർപ്പിക്കുക. ഈശോ നിങ്ങൾ അനുഗ്രഹിച്ചിട്ട് ഞങ്ങളെ സാക്ഷികളാക്കണമേ. ഈ ഈ പീഠത്തിൽ കയറി സാക്ഷ്യം പറയാൻ, ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശീർവാദം മേടിക്കുക. മൗനമായി ഒരു നിമിഷം ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരിക്കൽ കൂടി ദിവ്യാരണ്യ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന.